गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। नमो भगवते नमो भगवते नित्य शुद्ध मुक्त महात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। नारायण यतीन्द्राय तस्मै श्री गुरवे नमः। ओम नमः परमर्षिभ्यो नमः परमर्षिभ्यः। ആമ്പല്ലൂർ ശാഖയിലെ രണ്ടാമത് നടത്തപ്പെടുന്ന ഗുരുജ്ഞാന സരണിയുടെ ഇന്നത്തെ ദിനം ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കിയ ശ്രീ പ്രകാശൻ സർ, ശാഖയുടെ സാരഥികളായ മോഹനേട്ടൻ, ബിജീഷ്, മറ്റ് ആദരണീയരായ സഹോദരങ്ങൾ, ആമ്പല്ലൂർ ശാഖയിലെ ഗുരുവിനെ ശ്രവിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള, ഗുരുജ്ഞാന സരണിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഗുരുദേവ ഭക്തരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്നലത്തെ പോലെ ആകരുത്, ഇന്ന് ഇത്തിരി നേരത്തെ തുടങ്ങണം, എല്ലാവർക്കും നേരത്തെ വീട്ടിൽ പോകണം എന്നൊക്കെ മോഹനേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ഞാൻ എറണാകുളത്ത് പോണേക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അമൃത ഹോസ്പിറ്റലിരിക്കണ അവിടെയായിരുന്നു ഉച്ചയ്ക്ക് 2:30-3 മണിക്ക് ക്ലാസ്. അപ്പോൾ അവിടെ നിന്ന് കൃത്യം 4:15 ഇറങ്ങിയെങ്കിലും വലിയ ബ്ലോക്കിൽ പെട്ടിട്ട് ഇവിടെ എത്താൻ വൈകിപ്പോയി. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അനിലക്കുട്ടി കുറേയൊക്കെ മാനേജ് ചെയ്തു. അപ്പോൾ എന്തായാലും ഏകദേശം ഇന്നലത്തെ പോലെ സമയമായി. ഇന്ന് നമുക്ക് തുടങ്ങിയപ്പോൾ ക്ഷമ ചോദിക്കുന്നു, ഓടിയെത്താൻ പറ്റിയില്ല. നിങ്ങൾ വിചാരിക്കുക, അയ്യോ തൊട്ടപ്പുറത്തുനിന്ന് സാമിനി ഇവിടെ എത്തുന്നത് ഇത്ര വൈകണേ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും നമ്മളൊരു നല്ല സംരംഭത്തിന് തുടക്കമിട്ടിട്ട് അത് മുറിവില്ലാതെ 2ാം വർഷവും നടക്കുന്നു എന്നറിയണത് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. അതിനൊക്കെ നമ്മളൊക്കെ ഒരു നിയോഗമായി എന്നറിയണത് അതിലേറെ അഭിമാനമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് ആമ്പല്ലൂർ ശാഖയിൽ ഗുരുജ്ഞാന സരണി എന്ന വളരെ ചിന്തോദ്ദീപകവും വിജ്ഞാനപ്രദവുമായ ഒരു കൺവെൻഷന് തുടക്കം കുറിച്ചത്. അതിൻ്റെ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് എല്ലാ വർഷവും നടത്താൻ പറ്റുമോ? വലിയൊരു സ്വപ്നമായിരുന്നു ഇവിടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഒരു സ്വപ്നമായിരുന്നു. കുറേ പേര് അതിനോട് സഹകരിക്കുന്നവരും ഇവിടെ തന്നെ ഉണ്ട് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അതിന് പ്രകാരം വളരെ ഭംഗിയായിട്ടൊക്കെ അത് നടന്നു. ഈശ്വരാനുഗ്രഹം, ഗുരുകൃപ, ഗുരുവിൻ്റെ ഇച്ഛ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത്തവണയും അത് ഈ ഒരു സമയത്ത് നടക്കുന്നത്. കാരണം ഗുരുദേവൻ എപ്പോഴും നല്ല കാര്യങ്ങളെ ആശീർവദിച്ചിട്ടുള്ളവനാണ്. നല്ല കാര്യങ്ങൾക്ക് യാതൊരു വിധമായ തടസ്സവും വരില്ല എന്ന് ഗുരുവിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ്റെ നാമധേയത്തിൽ എന്ത് നടത്തുമ്പോഴും നമ്മൾ എങ്ങനെയൊക്കെയാണെങ്കിലും ആ സമയമാകുമ്പോൾ അത് ചേർക്കപ്പെടും എന്നുള്ളതാണ്. അത് ഒരുമിക്കപ്പെടും, അത് നടത്തപ്പെടും. അത് ഗുരുവിൻ്റെ ഇച്ഛയാണ്. അത് ഗുരുവിൻ്റെ ഒരു മനസ്സുണ്ട് അതിൽ. ആ സമയമാകുമ്പോൾ
ഗുരുവിൻ്റെ മനസ്സ് നമ്മളിൽ പ്രവർത്തിക്കും. നമുക്കതിനെ തടുക്കാൻ കഴിയില്ല. ഈ വർഷം വേണ്ട എന്ന് വിചാരിച്ചാലും ആ സമയമാകുമ്പോൾ ആരാണോ ഇത് നടത്തേണ്ടത് അവരുടെ ഉള്ളിൽ ഗുരുവിൻ്റെ മനസ്സ് വന്ന് പ്രവർത്തിച്ചിട്ട് പറയും ഇത്തവണയും വേണമല്ലോ എന്ന് പറയും. മോഹനനോടൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ ആ വർഷത്തെ വെറുതെ ഗുരുവിനെ ഓർക്കാതെ കടത്തിവിടാൻ നമുക്ക് തോന്നില്ല. അതിൻ്റെ പ്രകാരമാണ് ഈ ഗുരുജ്ഞാന സരണിയുടെ 2ാമത്തെ വർഷവും നമ്മളിങ്ങനെ ആചരിക്കുന്നത്. വ്യക്തമായ ഉദ്ദേശമുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായ ഒരു സാക്ഷാത്കാരവും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൺവെൻഷന് ഗുരുജ്ഞാന സരണി എന്ന പേരിട്ടത്. സരണി എന്ന് പറഞ്ഞാൽ മാർഗം എന്നർത്ഥം. ഗുരുവിൻ്റെ അറിവിലേക്കുള്ള മാർഗം. നമുക്കറിയാം, ഒരു കാര്യവും പെട്ടെന്ന് തന്നെ സാക്ഷാത്കരിക്കപ്പെടുന്നതല്ല. നിസാരമായ ഒരു കാര്യം പോലും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള വളരെ ചിരകാല പ്രയത്നം ആവശ്യമുണ്ട്. ഏത് കാര്യത്തിനും നിസാരമായ ഒരു കാര്യം, ഒരു ജീവിതശൈലിയിൽ നമ്മളൊരു മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചാൽ പോലും എത്ര കാലം പ്രയത്നിച്ചാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാവുക. സ്വാഭാവികമായും ഗുരുവിനെ അറിയുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഗുരുവിനെ നേരാം വണ്ണം അറിയണം, ഗുരുവിനെ നേരായി തന്നെ ധരിക്കണം എന്ന് ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. നേരെ ചൊവ്വെ ധരിക്കുക, നേരാം വണ്ണം ധരിക്കുക, നേരെ ചൊവ്വെ മനസ്സിലാക്കുക, ഗുരുവിനെ വക്രീകരിച്ച് മനസ്സിലാക്കാതെ. എന്ന് നമുക്കറിയാം, ഒരുപാട് ഗുരു പറഞ്ഞു എന്ന് പറയുന്ന സംഭാഷണ ശകലങ്ങൾ, ഗുരു പറഞ്ഞു എന്ന് പറയുന്ന തരത്തിലുള്ള കഥകൾ, സന്ദർഭങ്ങൾ ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. ഇതിൽ പലതും വ്യാജമാണ്, പലതും ഓരോരുത്തരുടെ ബുദ്ധിക്കനുസരിച്ച് പക്ഷങ്ങൾക്കനുസരിച്ച് സൃഷ്ടിച്ചെടുക്കുന്നതാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഇതിൻ്റെ കടപ്പാട്, ഇതിൻ്റെ ആധികാരികത പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റാറില്ല. നേരെ മറിച്ച് ഒരു പുസ്തകമാണ് നമ്മളെടുത്ത് വായിക്കുന്നതെങ്കിൽ ഗ്രന്ഥകാരൻ ഒരു കഥ, ഗുരു പറഞ്ഞ ഒരു സംഭവം, ഒരു സംഭാഷണം, ഒരു നർമ്മം ആ പുസ്തകത്തിൽ എഴുതുമ്പോൾ അത് ആര്, എന്ന്, എപ്പോൾ, എവിടെ പറഞ്ഞുവെന്ന് അതിൻ്റെ താഴെ രേഖപ്പെടുത്തും. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു പുസ്തക വായനയിൽ നിന്നൊക്കെ അന്യം വന്നു പോയ ഒരു ജനതയുടെ മധ്യത്തിലൂടെ നമ്മൾ വയസ്സായവരും സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്കും ഇപ്പോൾ പുസ്തക വായനകളില്ല. നമ്മളും അറിയുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൂടെ അറിയുന്ന കാര്യങ്ങൾക്ക് ഇത് കൃത്യമാണോ? എൻ്റെ അടുത്ത് പലരും ചോദിക്കും, ഇങ്ങനെ ഗുരു പറയാൻ സാധ്യതയുണ്ടോ? കാരണം അവർ വളരെ സത്യസന്ധമായി അന്വേഷിച്ചിട്ടുള്ള ഗുരുദേവൻ ഇത്തരം ഒരു വാക്ക് ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്ന് നാരായണ ഗുരുദേവനെ നേരെ ചൊവ്വെ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഗുരു എന്തായിരിക്കും ഒരു സന്ദർഭത്തിൽ പറയുക എന്നുള്ളത്. ഞാൻ എന്ന വാക്കുപോലും ഗുരു ഉപയോഗിച്ചിട്ടില്ല. ഗുരുവിൻ്റെ ഒരു സ്ഥലത്തും ഞാൻ എന്ന് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ വാട്സപ്പ് കഥകളിലൊക്കെ എടാ നീ ശരിയാവത്തില്ലടാ എന്നൊക്കെ ഊന്നി പറയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഗുരുദേവൻ ഇങ്ങനെ പറയുമോ? ഒരിക്കലും അല്ല. നമ്മുടെ സംസ്കാരം ഗുരുവിൽ ആരോപിച്ചിട്ട് നമ്മൾ എഴുതുകയാണ്, നമ്മൾ പടച്ചു വിടുകയാണ്. ഇത്തരം കൺവെൻഷനുകളുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഗുരുവിനെ അറിയിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു പരമപുരുഷാർത്ഥത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിനെ അർത്ഥപൂർണമാക്കാൻ, ജീവിതത്തെ അർത്ഥപൂർണമാക്കിയ ഒരു വ്യക്തിയെ അറിയേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ സാരത്തെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു യതിവര്യനെ അടുത്ത് പരിചയപ്പെടുക എന്നുള്ളത് ഗുരുവിനെ സ്നേഹിക്കുന്നവരുടെ ഒരു ദൗത്യമാണ്, കടമയാണ്. അത് കടമ മാത്രമല്ല, അങ്ങനെയുള്ള ഒരു മഹാത്മാവിനെ അറിയുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ കുഞ്ഞു ജീവിതവും മഹത്വപൂർണമാകുന്നത് എന്നുള്ളതാണ് സത്യം. നമ്മൾ ആരുമല്ലാതിരുന്ന നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്നത് ഗുരുവാണ്. നിങ്ങൾ നോക്കൂ, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചത്? എൻ്റെ മറ്റൊരു ഡെസിഗ്നേഷനും കണ്ടിട്ടല്ല, അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു വ്യക്തിത്വവും കണ്ടിട്ടല്ല. ഞാൻ ഗുരുവിനെ പറയുന്നു എന്നുള്ളത് മാത്രമാണ്
നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതിൻ്റെ മാനദണ്ഡം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ ഗുരുവിനെ അറിയുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റം, നമ്മളിലേക്ക് വരുന്ന ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം, നമുക്കുണ്ടാകുന്ന ഒരു പ്രബുദ്ധത, ഇതൊക്കെ വ്യക്തി ജീവിതത്തിൽ വളരെ വളരെ സാരമായി നമ്മൾ കാണേണ്ട സംഗതിയാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വെറുതെ എപ്പോഴെങ്കിലുമൊക്കെ ജനിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ചത്തുപോകേണ്ടുന്ന ഒരു മൃഗമല്ല. നമ്മളുടെ വിചാരം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നാണ്. പക്ഷെ സദ്ഗുരുക്കന്മാർ വന്നിട്ട് നമ്മളോട് പറയും, ഇങ്ങനെയൊക്കെ പോയാൽ പോരാട്ടോ, ഇതിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട, കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ അവർ വന്നിട്ടാണ് നമ്മളെ ഒരു പടുകുഴിയിൽ നിന്ന്, സ്വാർത്ഥതയുടെ പടുകുഴിയിൽ നിന്ന്, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ലോകം അവിടെ തീരുന്നു എന്നുള്ള സങ്കുചിത തലത്തിൽ നിന്ന് വളരെ ആധ്യാത്മികമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പ്രചോദനാത്മകമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് നമ്മളെ ആചാര്യന്മാർ വന്ന് ക്ഷണിക്കുന്നുണ്ട്. ആ ക്ഷണമാണ് ജീവിതത്തിൽ നമ്മളെ മാറ്റിമറിക്കുന്നത്. ഗുരു എന്ന് പറയുന്ന തത്വവും അവിടെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ വളരെ അറിയാതെ തന്നെ നമ്മൾ ഗുരുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഈശ്വരാനുഗ്രഹം നേടിയവരാണ്. അതുകൊണ്ടാണ് ഗുരു എന്ന് പറയാൻ എപ്പോഴൊക്കെ നമ്മുടെ നാവ് ചലിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് നമുക്ക് ഗുരുദേവൻ എന്ന് പറയാൻ പറ്റിയത്. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പറയാൻ പറ്റാറില്ല. കാരണം അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഗുരു, ഒരു മുക്ത പുരുഷൻ, ഒരു മഹാത്മാവ്, ഒരു ആദർശ പുരുഷൻ കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഗുരു എന്ന് പറയുന്നതും ഗുരു എന്ന് ചിന്തിക്കുന്നതും വളരെ വിരളമാണ്. എന്തുകൊണ്ടോ എത്രയെത്രയോ ഭാഗ്യാതിരേകത്താൽ, കോടി ജന്മ സുഹൃതം കൊണ്ട്, കർമ്മസുഹൃതം കൊണ്ട്, പുണ്യം കൊണ്ടാണ് ഒരു പക്ഷേ ഒരു ഗുരുവിൻ്റെ നാമധേയത്തെ ഇങ്ങനെ നിരന്തരമായി ഉരുക്കഴിക്കുവാനും, ഒരു ഗുരുവിനെ നിരന്തരമായി ഓർക്കുവാനും, ആ ഗുരുവിനെ നിരന്തരമായി ഉപാസന ചെയ്യുവാനും, ആ ഗുരു പറഞ്ഞ വചനങ്ങളിലേക്ക് എത്തി നോക്കുവാനുമുള്ള താല്പര്യം മനുഷ്യനുണ്ടാകുന്നത് തന്നെ ഈശ്വരാനുഗ്രഹമാണ്. എല്ലാവർക്കും അത് ഉണ്ടാവില്ല. അവിടെയാണ് ഗുരുജ്ഞാനസരണി പോലുള്ള പ്രവർത്തനങ്ങൾ വേറിട്ട് നിൽക്കുന്നത്. ഇതാ എങ്ങനെയാണ് നമ്മൾ ഒന്നിനെ സാക്ഷാത്കരിക്കുക, എങ്ങനെയാണ് നമ്മൾ ഗുരുവിനെ സാക്ഷാത്കരിക്കുക, എങ്ങനെയാണ് നമ്മൾ ഗുരുവിനെ അനുഭവിക്കുക, എങ്ങനെയാണ് നമ്മൾ ഗുരുവിൽ ജീവിക്കുക. ഇതിനൊരു മാർഗം ആവശ്യമുണ്ട്, ഇതിനൊരു സരണി ആവശ്യമുണ്ട്, ഇതിനൊരു യാത്ര ആവശ്യമുണ്ട്. അപ്പോൾ ആ യാത്രയിൽ ആ മാർഗത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ പറയും മാർഗം ഏതായാലും കുഴപ്പമില്ല, ലക്ഷ്യം നോക്കിയാൽ മതി എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഗുരുവിൻ്റെ തത്വത്തിലേക്ക് വരുമ്പോൾ ലക്ഷ്യവും മാർഗവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു ലക്ഷ്യത്തെ കാണുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്ന മാർഗവും ഋജുവായിരിക്കണം, ആർജവമുള്ളതായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അത് അറിവിലൂടെയുള്ള ഒരു യാത്രയുമായിരിക്കണം. അതുകൊണ്ടാണ് അതിന് ഗുരു ജ്ഞാനം എന്ന് പേരിട്ടത്. നമ്മളെപ്പോഴും ഗുരുവിന് ഏത് വിശേഷമാണ് ഏറ്റവും നന്നായി കൊടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഗുരു അറിവാണ് എന്ന വിശേഷണമാണ്. അതിലും വലിയ ഒരു വിശേഷണം, അതിലും വലിയ ഒരു പദവി ഗുരുവിന് നമുക്ക് കൊടുക്കാനില്ല. ആരാണ് ഗുരു? ഗുരു അറിവാണ്. ഈ മൂന്നക്ഷരത്തിൽ ഒതുങ്ങുന്നതാണ് സർവ പ്രപഞ്ചവും എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ മൂന്നക്ഷരത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിനാണ് ഔപനിഷദ കാലം മുതൽ ഋഷിമാർ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വേദത്തിൽ പോലും തമസോമ ജ്യോതിർഗമയ എന്ന് പറയാൻ പഠിപ്പിച്ചത്. അല്ലയോ പരമാത്മാവേ, എന്നെ തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് നയിക്കണമേ എന്ന്, എന്നെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ നിന്ന് വെളിച്ചം, അറിവിൻ്റേതായിരിക്കുന്ന ആ വിജ്ഞാന സൂര്യനിലേക്ക് നീ എന്നെ നയിച്ചാലും എന്ന് പഠിപ്പിച്ചത് ഔപനിഷദമായിരിക്കുന്ന മാർഗത്തിലുള്ളതാണ്. ഉപനിഷത്ത് ഋഷി പറഞ്ഞതാണ്. ആ ഔപനിഷദമായിരിക്കുന്ന മാർഗത്തെ അതേപോലെ തന്നെ പിന്തുടരുകയും, എന്നാൽ സാമൂഹ്യ ജീവിതത്തിൽ ചില തിരുത്തലുകളും
ചില മൂല്യങ്ങളെ പരിഷ്കരിക്കുകയും ചെയ്യുകയുമാണ് ഗുരുദേവൻ ചെയ്തത്. സനാതനമായിരിക്കുന്ന ആ സത്യത്തെ, എന്നും ഒരു കേടും സംഭവിക്കാത്ത ആ പരബ്രഹ്മസ്വരൂപത്തെ അതുപോലെ കാത്തു സൂക്ഷിക്കുകയും, നാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പാടുന്നത് ഈ അരുമയെ ആരറിയുന്നഹോ വിചിത്രം എന്നാണ്. അരുമ എന്നാണ് വിളിച്ചത്. ആരാണ് അരുമ? ഏറ്റവും പെറ്റാവുമ്പോഴാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. ഏറ്റവും ഇഷ്ടം വരുമ്പോൾ, ഏറ്റവും ഓമനത്തം വരുമ്പോഴാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ അരുമയാർന്ന മകനെ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അരുമയായ മകളെ എന്ന് വിളിക്കുക. ഗുരുദേവൻ ആത്മാവിനെ വിളിക്കാൻ പഠിപ്പിച്ചതും അരുമ. ഈ അരുമയെ ആരറിയുന്നു അഹോ വിചിത്രം. ഇത്രയും പെറ്റായിട്ട് കൊണ്ട് നടക്കേണ്ട, ഇത്രയും താലോലിച്ചു കൊണ്ട് നടക്കേണ്ടുന്ന ഈ രത്നത്തെ, ഈ മൂല്യത്തെ ആരും ഇവിടെ അറിയണില്ലല്ലോ, ആരും ഇവിടെ അന്വേഷിക്കുന്നില്ലല്ലോ, ആരും ഇവിടെ മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പം സത്യത്തെ അറിയുക എന്നുള്ളത് ഒരു സാധാരണ ഗുരുഭക്തൻ്റെ ആവശ്യമായിട്ട് വരണം. ഗുരുവിനെ അറിയുക, ഗുരുമാർഗത്തിലൂടെ ചരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ആവശ്യകതയാണ്, എൻ്റെ അനിവാര്യതയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ധർമ്മമാണ് എന്നറിയണം. ഇത് ആചരിക്കാനുള്ളതാണ്, ധർമ്മം ആചരിക്കാനുള്ളതാണ്, ധർമ്മം അനുഷ്ഠിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ ഏതേത് കാര്യങ്ങൾ പറയുമ്പോഴും അവിടെയൊക്കെ ധർമ്മം എന്ന വാക്ക് വീണ്ടും 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 ഗുരു ഉപയോഗിച്ചത്. ആ ധർമ്മസങ്കല്പത്തിന്, ആ ധർമ്മ വ്യവസ്ഥയ്ക്ക് നിരവധിയായിരിക്കുന്ന ചരിത്രത്താളുകളിലൂടെ അതിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അത് പലവട്ടം, പല വഴിയിൽ, പല തവണ മലീമസമായി പോയിട്ടുണ്ട്. ആ മലീമസമായിരിക്കുന്ന ധാർമ്മികമാണ് എന്ന് നമ്മൾ പറയുകയും ധാർമ്മികമല്ലാതിരിക്കുകയും ചെയ്ത ചില സമ്പ്രദായത്തെ മൂല്യനവീകരണം നടത്തിക്കൊണ്ട് പുനഃപരിഷ്കരിക്കുകയാണ് ഗുരു ചെയ്തത്. എന്ന് വെച്ചാൽ കേടായ ഭാഗമൊക്കെ നീക്കിക്കളഞ്ഞിട്ട് നല്ല ഭാഗത്തെയൊക്കെ നിലനിർത്തിയിട്ട് കുറെ കൂടി അതിലേക്ക് ചേർക്കാനുണ്ടെങ്കിൽ ചേർത്ത്, അല്ലെങ്കിൽ ത്യജിക്കാനുണ്ടെങ്കിൽ ത്യജിച്ചൊക്കെ കടന്നു പോകുന്ന ഒരു അവസ്ഥ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശ്രീനാരായണ ധർമ്മത്തിൽ, ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും വായിക്കേണ്ട, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഉണ്ടാകേണ്ട ഒരു പുസ്തകമാണ്. ഇതാണ് ശ്രീനാരായണ ധർമ്മം എന്ന പുസ്തകം. അധികം വിലയൊന്നുമില്ല. ഈ പുസ്തകം ശിവഗിരിയിൽ ചെന്നാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങി വീട്ടിൽ വെക്കണം. വീട്ടിൽ വെച്ചാൽ പോരാ, വായിക്കണം. ഇതിൽ ഗുരുദേവൻ ധർമ്മത്തിലൂടെ ചരിക്കണം, ധർമ്മം അനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ചോദ്യമുണ്ട്, എന്താ ഈ ധർമ്മം? അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഗുരു പറഞ്ഞു തരുന്ന ഒരു സാമാന്യ ധർമ്മ നിരൂപണമുണ്ട് അല്ലേ? സത്യം പറയാനും ധർമ്മം ആചരിക്കാനുള്ളതാണ്. അങ്ങനെയാണ് ഋഷി പഠിപ്പിച്ചാണ്. സത്യം വധ, ധർമ്മം ചര. സത്യം എന്തിനുള്ളതാ? സത്യം പറയാനുള്ളതാ. ധർമ്മം എന്തിനുള്ളതാ? ധർമ്മം പറയാനുള്ളതല്ല. ഇപ്പം ഈ വേദിയിൽ ധർമ്മം നിങ്ങളോട് പറഞ്ഞാലും എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല, ഇത് ചെയ്യാനുള്ളതാ. അപ്പം ധർമ്മത്തെ നമ്മൾ എന്ത് ചെയ്യണം? ധർമ്മത്തെ ആചരിക്കണം. എന്താണ് ഗുരു ധർമ്മം എന്ന് ചോദിക്കുമ്പോൾ ഗുരു ഒരു സാമാന്യ ധർമ്മത്തെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കാവുന്ന ചില മൂല്യങ്ങളാണ് ഗുരു പറയുന്ന സാമാന്യ ധർമ്മം. നമ്മൾ കോമൺ സെൻസ് എന്നൊക്കെ പറയില്ല, ഒരു സാമാന്യ ബുദ്ധി. അതുപോലെ നീ വലിയ വലിയ ധർമ്മമൊന്നും ചെയ്യണ്ടടോ, നിന്റെ ജീവിതത്തിൽ നീ വലിയക്കാട്ട് എടുത്താൽ പൊന്താത്ത ധർമ്മത്തിലേക്കൊന്നും പോണ്ട. വളരെ സാധാരണമായ, വളരെ സാമാന്യമായിരിക്കുന്ന ചില ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മം എന്താണ് എന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് 5 കാര്യങ്ങൾ ഗുരു പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മൂല്യനവീകരണത്തിൽ ഗുരു വരുത്തിയ മാറ്റം, ചില മാറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കാനാണ്. അത് ഈ 5 ധർമ്മങ്ങൾ ഗുരുവായിട്ട് ആദ്യം അവതരിപ്പിച്ചതല്ല. ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്ന സാമാന്യധർമ്മം ബുദ്ധൻ്റെ തത്വസംഹിതയിൽ നമുക്ക് കാണാൻ കഴിയും. യോഗദർശനകാരനായിരിക്കുന്ന പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളിലും ഈ യമനിയമങ്ങളെക്കുറിച്ച് പറയുന്നിടത്തും ഈ 5 ധർമ്മങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അതിൽ അഹിംസ പരമോ ധർമ്മ എന്നുള്ളത് മഹാഭാരതം ആദ്യന്തം വായിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന മൂല്യബോധമാണ്. അപ്പോൾ ഈ പറഞ്ഞു വെച്ച തത്വസംഹിതകളെ ഗുരു പറയുമ്പോഴും ഗുരു അവിടെ ഒരു കുഞ്ഞു ഭേദഗതി, പക്ഷെ ആ കുഞ്ഞു ഭേദഗതിയിൽ വലിയ ഒരു മാറ്റം ഉണ്ടാവുകയാണ്.
അതെന്താണ് ചോദിച്ചാൽ, ഈ സാമാന്യധർമ്മത്തെ ഗുരു പറയുമ്പോൾ അഹിംസ ആണ് ഒന്നാമത്തെ ധർമ്മം. സാമാന്യധർമ്മം, നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, കുറച്ച് കാര്യം ചെയ്താൽ മതി. അതിലൊന്ന് അഹിംസയാണ് കേട്ടോ. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? ഹിംസിക്കാതിരിക്കുക. ഇല്ല, ഞാൻ ആരെയും ഇതുവരെ തല്ലിയിട്ടില്ല. തല്ലൽ മാത്രമല്ല ഹിംസ. ഒരാളെ രൂക്ഷമായിട്ടൊന്ന് നോക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹിംസയാണ്. കാരണം നമ്മളുടെ രൂക്ഷമായ നോട്ടം ചാട്ടുളി പോലെയാണ്, അത് ഏൽക്കുന്നവന് കൊള്ളുക. അവൻ്റെ ഹൃദയം മുറിഞ്ഞു പോകാൻ ആ നോട്ടം ധാരാളമാണ്. അപ്പോൾ നമ്മൾ പറയണം, അവനെ ഞാൻ ഒന്നും ചെയ്തില്ല അല്ലേ, എന്നിട്ടും വെറുതെ എന്തിനാണ് പരാതി പറയുന്നത്, വെറുതെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് അല്ലേ? അവഗണന ഒരു ഹിംസയല്ലേ? നമ്മൾ ആരും അറിയില്ല. നമ്മുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴും നമ്മളെ നൈസായിട്ട് ഒതുക്കി മാറ്റും ചില ആളുകൾ അല്ലേ, നൈസായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തും. നമുക്ക് മാത്രമേ അറിയുള്ളൂ എന്നെ അവഗണിച്ചു, എന്നെ അവോയ്ഡ് ചെയ്തു എന്ന്. ഹിംസയാണത്, നമ്മളറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിംസ എന്ന് പറഞ്ഞാൽ വടിയെടുത്തടിക്കുന്നതും മുഖത്തടിക്കുന്നതും പുറത്തടിക്കുന്നതുമാണ്. പക്ഷെ നമ്മളുടെ നിത്യജീവിതത്തെ നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ നിരവധിയായിരിക്കുന്ന ഹിംസകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഗുരു അതിലേക്ക് നോക്കിയിട്ടാണ് ഗുരു പറഞ്ഞത് ഹിംസിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പരിഗണിക്കാൻ പഠിക്കണം. തല്ലരുത്, കുത്തരുത്, നോക്കരുത് എന്നുള്ളത് അർത്ഥം നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങൾ വിചാരിക്കാത്ത അർത്ഥത്തിലേക്ക് അർത്ഥത്തെ കൊണ്ടുപോവുകയാണ്. പരിഗണിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അയാൾ പരിഗണിക്കപ്പെടാനാണ്. ഒരു വ്യക്തി ആരും തന്നെ അവരൊരുപാട് ബഹുമാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാറില്ല. ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്നെ ആരാധിക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്നെ ഒരുപാട് സ്നേഹിക്കണം കേട്ടോ എന്നൊന്നും പറയാറില്ല. പക്ഷെ ഒരു മിനിമം പരിഗണന എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ പരിഗണന കിട്ടാതെ വരുമ്പോൾ ആ വ്യക്തി വേദനിക്കാറുണ്ട്. ഞാൻ എന്തിനാ ഇത് പറയണേന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ഇങ്ങനെ കൂട്ടായ്മയിൽ ജീവിച്ചു പോകുമ്പോൾ നമ്മളെ തന്നെ ഒരു വിശകലനത്തിന് വിധേയമാക്കാനാണ്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും അവഗണിക്കുന്നുണ്ടോ? ആ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹിംസയാണ്. അപ്പം അങ്ങനെ അവഗണിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു അഹിംസയാണ്. പരിഗണന എന്ന് പറയുന്നത് അഹിംസയാണ്. അപ്പോൾ ഗുരു അഹിംസയെക്കുറിച്ച് പറയുന്നു, അഹിംസയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. അഹിംസയെക്കുറിച്ച് തന്നെ ഗുരുദേവ കൃതികളിൽ ഒരു കൃതി എഴുതുന്നു. ഗുരുവിൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഗുരുവിൻ്റെ ആജീവനാന്തം നമ്മൾ കാണുന്ന ഒരു കാര്യം ഗുരുവിൽ കാണുന്ന അഹിംസയാണ്. ഗുരുവിനോളം അഹിംസാലുവായ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഗുരുവിന് അനുകമ്പാദശകം എഴുതാൻ പറ്റിയത്. അനുകമ്പയുടെ മധുരിമ അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അനുകമ്പാദശകം പോലുള്ള ഒരു കൃതി എഴുതാൻ പറ്റുക? അപ്പം ആ മാധുര്യം ഗുരു അനുകമ്പയായിട്ട്, ഈ അനുകമ്പ ആണ്ടവൻ എന്ന് ചോദിക്കുമ്പോൾ അനുകമ്പ ആണ്ടിരിക്കുന്ന രൂപമാണ്. ആണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അനുകമ്പ ഒരു ശരീരം സ്വീകരിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് ഗുരുദേവനെ പോലെ ഇരിക്കും. ഗുരു മറ്റു ഗുരുക്കന്മാരെ അവിടെ പരിചയപ്പെടുത്തുമ്പോഴും അതിലൂടെ വായിച്ചു പോകുന്ന നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതെല്ലാം എൻ്റെ ഗുരുവിലുണ്ടല്ലോ എന്ന്. പരമാർത്ഥമുറച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാബ്ധിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോയി അനുകമ്പയാണ്ടവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. ഭാരതീയ ജ്ഞാന പരമ്പരയിലെ സകല ആചാര്യന്മാരെയും പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ യാതൊരു വിധമായ അസഹിഷ്ണുതയുമില്ലാതെ മറ്റു മതങ്ങളിലെ ആചാര്യന്മാരെ മുത്തുനബി എന്നും പരമേശ പവിത്രപുത്രൻ എന്നും വിളിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കണം. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അനുകമ്പ എത്ര കണ്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കണം. ഒന്നിനെയും മാറ്റി നിർത്താത്ത, എല്ലാറ്റിനെയും സർവസമാശ്ലേഷിയായിരിക്കുന്ന ഒരു കാരുണ്യത്തിൻ്റെ ഉറവിടമായിരുന്നു ഗുരു.
ഒരു കരുണാകര മൂർത്തിയായിരുന്നു, ഒരു കാരുണ്യക്കടലായിരുന്നു. ഗുരു ഈശ്വരനെ സംബോധന ചെയ്ത സകല വിശേഷണങ്ങളും ഗുരുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പരമാർത്ഥമുരച്ചു തേർവിടുന്ന പൊരുളായിട്ട് കൃഷ്ണനെ പറയുമ്പോഴും നമ്മുടെ ഈ അടുത്ത കാലത്ത് ഈ കേരളക്കരയിൽ ജീവിച്ചിരുന്ന ഗുരുദേവൻ സകലവിധമായിരിക്കുന്ന സാമൂഹ്യമായിരിക്കുന്ന പ്രക്ഷുബ്ധതകളിൽ ഏർപ്പെടുമ്പോഴും പരമാർത്ഥമുരയ്ക്കാൻ മറന്നുപോയിട്ടില്ല. ഗുരുവിൻ്റെ എല്ലാ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് പുറകെയും ഈ പരമാർത്ഥത്തെ ഉരച്ചുകൊണ്ടുള്ള സാമൂഹ്യ പ്രവർത്തനം ഗുരു നടത്തിയിരുന്നു. ആദ്യമായി അരുവിപ്പുറത്ത് നെയ്യാറിൽ നിന്ന്, ശങ്കരൻകുഴിയിൽ നിന്ന് ആദ്യത്തെ ഒരു ശില എടുത്ത് ഉയർത്തി വന്ന് അവിടെ സ്ഥാപിച്ചിട്ട് ഒരു ഏകമത പാഠശാലയുടെ ഒരു മാതൃക കാണിച്ചിട്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറയുന്നത് അനുകമ്പാമൂർത്തിക്ക് മാത്രം കഴിയുന്നതാണ്. സാമൂഹ്യപരമായിരിക്കുന്ന ഒരു വിപ്ലവം ഗുരു ഒരു നടത്തുമ്പോഴും ആ വിപ്ലവത്തിൻ്റെ പുറകിലിരിക്കുന്ന ചിന്തോദ്ദീപകമായിരിക്കുന്ന ദർശന സൗകുമാര്യതയെ പങ്കുവയ്ക്കാൻ ഗുരു മറക്കാറില്ല. അതാണ് ഗുരുവിൻ്റെ പരമാർത്ഥമുരയ്ക്കൽ. അങ്ങനെ നോക്കി നോക്കൂ, അവിടെ നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് കൃഷ്ണനിൽ നിന്നൊക്കെ മാറി എൻ്റെ ഗുരുവിലുണ്ടല്ലോ ഈ പരമാർത്ഥത്തിൻ്റെ ഉരച്ചുകൊണ്ടുള്ള യാത്ര എന്ന് നമുക്ക് തോന്നിപ്പോവും. ഭൂതദയാക്ഷമാബ്ധിയോ എന്ന് ബുദ്ധനെക്കുറിച്ച് പറയുമ്പോൾ ഭൂതഗണങ്ങളോട് ഭൂതജാലങ്ങളോടൊക്കെ ഇത്രയധികം കാരുണ്യം കാണിച്ചത് ഒരു ഗുരുവിനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. ശിവഗിരി മഠത്തിൽ ദാരിദ്ര്യം കലശലായിട്ട് ഒന്നും കഴിക്കാനില്ലാത്ത ഒരു പാവത്താൻ ചക്ക മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ഈ ചക്ക മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന ആ പാവത്താനെ അന്തേവാസികളൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഗുരുവിൻ്റെ മുമ്പിൽ നിർത്തും, വലിയ വീരസ്യം കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതേ കണ്ടില്ലേ, പതുങ്ങിയിരുന്ന് പിടിച്ചു അവനെ. കണ്ടോ, അവൻ ചക്ക മോഷ്ടിക്കുന്നു, മഠത്തിലെ ചക്ക, ആശ്രമത്തിലെ ചക്ക മോഷ്ടിച്ച് കൊണ്ടുപോകലാണ് പണി. പക്ഷെ ഗുരു എന്താ അവന് ആ ചക്ക മോഷ്ടിച്ചു എന്നാരോപിച്ച് ആ പാവത്തിനോട് ഗുരു പറഞ്ഞത്, പകല് വന്ന് ഇട്ട് കൊണ്ടുപോകാമല്ലോ, രാത്രിയിലൊക്കെ ഒരുപാട് ഇഴജന്തുക്കളൊക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചാലോ കടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ചു, ആർക്കാണ് അങ്ങനെ പറയാൻ പറ്റുക? നമ്മുടെ വീട്ടിൽ നിന്നൊരു സാധനം കളവ് പോകുമ്പോൾ ആ കള്ളനെ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കൊണ്ട് നിർത്തുമ്പോൾ ഇങ്ങനൊരു പ്രതികരണം പ്രതികരിക്കാൻ ബുദ്ധനോളം കാരുണ്യമുള്ള, ബുദ്ധനോളം അനുകമ്പയുള്ള ഗുരുവിനല്ലാതെ മറ്റാർക്കാണ് പറ്റുക? അതുകൊണ്ടാണ് ഭൂതദയാക്ഷമാബ്ധിയോ എന്നുള്ളത് ബുദ്ധനെ ഓർക്കുന്നതോടൊപ്പം തന്നെ ഗുരുവിൻ്റെ ഭൂതദയ പലതും നമ്മൾ ഓർത്തു പോകും അല്ലേ? എത്ര കുഞ്ഞായിരിക്കുമ്പോഴാണ് അന്നൊക്കെ ഇന്നത്തെ പോലത്തെ ഒരു ജനാധിപത്യ സംസ്കാരം അത്രയ്ക്കും മൂർധന്യാവസ്ഥയിലൊന്നും ആയിരുന്നില്ല. വർണ്ണവ്യവസ്ഥയുടെ ഒരു കാലഘട്ടത്തിൽ ഗുരുവൊക്കെ അത് ഏറെക്കുറെ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു പാവപ്പെട്ട ഒരു താന്ന ജാതിയിൽ പെട്ട ഒരു കുടിലിൽ ആകെ ഉണ്ടായിരുന്ന കഞ്ഞിക്കലം അതിൽ അരി തിളച്ച് തൂവിപ്പോകുന്നത് കണ്ടിട്ട് അവർക്ക് ആകെ കഴിക്കാനുള്ളത് ആ അരിയാണ്. ഗുരു അവിടെ നിന്ന് നോക്കുമ്പോൾ ആ കുടിലിൽ, ആ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുടിലിൽ അരി തിളച്ച് മറിഞ്ഞിങ്ങനെ ഊർന്നൂർന്ന് പോവുകയാണ്. ഒന്നും ആലോചിച്ചില്ല, പോയി അത് ഇറക്കി വെക്കുകയാണ് ഉണ്ടായത്. ഒരു ആചാരങ്ങളും ഗുരുവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. ഒരു സംഗതി കാണുമ്പോൾ ആ പാവങ്ങൾ രാത്രി പട്ടിണിയാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് പെട്ടെന്ന് തന്നെ കരുണ പ്രവർത്തിക്കുന്നത്. കരുണയ്ക്ക് അങ്ങനെ ഒരു തലമുണ്ട് അല്ലേ? ആ കാരുണ്യത്തിൻ്റെ, ആ അനുകമ്പയുടെ പ്രവർത്തനങ്ങൾ എത്ര ജഡിതിയിലാണ് നടക്കുന്നത്. അത് സാധാരണമായിരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല എന്ന് ഗുരുവിൻ്റെ കുഞ്ഞുനാൾ മുതൽ, ഒരു സന്യാസി നാട്ടിലൂടെ പോകുമ്പോൾ വികൃതി കുട്ടികളൊക്കെ കല്ലെറിയുമ്പോൾ ഗുരുവിന് ഒരുപാട് സങ്കടമായി. കുഞ്ഞുനാണുവിന് വലിയ സങ്കടമായി സന്യാസിയെ കല്ലെറിയണ കണ്ടപ്പോൾ. കുഞ്ഞുനാണു നിന്ന് കരഞ്ഞ് അവരതിൽ നിന്ന് വിലക്കി. അപ്പോൾ ആ സന്യാസി വളരെ കൃതജ്ഞതയോടുകൂടി ഗുരുവിനെ നോക്കി. കൊച്ചുകുട്ടിയാണ്, എന്നാൽ പോലും അന്നും വേറൊരാളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ, വേറൊരാളെ വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ അത് താങ്ങാനുള്ള ഹൃദയം ഉണ്ടായിരുന്നില്ല. ഗുരുവിൻ്റെ ഹൃദയം അത്ര കണ്ട് അനുകമ്പാർദ്രമായിരുന്നു.
അതുപോലെയാണ് സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ, ശങ്കരാചാര്യ സ്വാമികളെയാണ് ഗുരു അവിടെ പറയുന്നത് എന്ന് നമ്മൾ പറയുമ്പോഴും, അദ്വൈത വേദാന്തത്തിന് സരളമായിരിക്കുന്ന ഭാഷ്യം ചമച്ച ആചാര്യസ്വാമികളാണോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് പറയുമ്പോഴും, കേരളക്കരയ്ക്ക് വേദാന്തം സുപരിചിതമായത് ഗുരു മൊഴിയാൻ തുടങ്ങിയപ്പോഴാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വാക്കിൽ കേരളം വലിയ ഒരു വേദാന്തത്തെ ദർശിക്കുകയായിരുന്നു, വലിയ ഒരു വേദാന്തത്തിൻ്റെ സാരള്യത്തെ അനുഭവിക്കുകയായിരുന്നു. ഗുരുവിൻ്റെ വാക്കുകളിലൊക്കെ ആ അദ്വൈത വേദാന്തത്തിൻ്റെ ഒരുമയുണ്ടായിരുന്നു. എവിടെയൊക്കെ ഗുരു വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആ വാക്കുകൾക്ക് മുൻപിൽ ഒരു എന്നുണ്ടായിരുന്നു. അവിടെയെല്ലാം ഭേദചിന്തകളെ വെടിഞ്ഞിട്ടുള്ള ഒരു ഉദ്ഘോഷങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ വാക്കുകളിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറയുമ്പോൾ ജാതിക്കും മതത്തിനും ദൈവത്തിനും ഒക്കെ അപ്പുറത്തുള്ള ഒരു ഏകത എന്ന് പറയുന്ന തത്വത്തിന്, ഏകം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഗുരു ഒരുപാട് ഊന്നൽ നൽകിക്കൊണ്ട് ആ ഏകത്വത്തിലേക്ക് വരുന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിശാലത എന്ന് ഗുരു കാണിച്ചു തന്നതും അവിടെയാണ്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ പഠിപ്പിക്കൽ തുടങ്ങുമ്പോൾ തന്നെ ഈ സരളമായിരിക്കുന്ന വേദാന്ത പാഠങ്ങളെ ഗുരു എങ്ങനെയാണ് പഠിപ്പിച്ചു തുടങ്ങിയത്? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ല എന്ന് പറയുമ്പോൾ ആ വാക്കിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. നമ്മൾ പെട്ടെന്ന് രണ്ട് വാക്കുകൾ എടുത്തു പറയുമ്പോൾ ജാതി മതം ആണ് ഗുരു ഊന്നിപ്പറഞ്ഞത് എന്ന് പറയുമ്പോൾ, ഏതുമില്ലാതെ എന്ന് പറയുമ്പോൾ അവിടെ ബാക്കി എല്ലാ വാക്കുകളെയും അവിടെ അന്വയിക്കാം. ഒന്നുമില്ലാതെ, ഒരു ഭേദമില്ലാതെ, ഏതുമില്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയം നോക്കാൻ പാടില്ല, അവിടെ ദേശീയത നോക്കാൻ പാടില്ല, അവിടെ ലിംഗഭേദം നോക്കാൻ പാടില്ല, അവിടെ വർണ്ണഭേദം നോക്കാൻ പാടില്ല, അവിടെ വർഗഭേദം നോക്കാൻ പാടില്ല. ഏതേത് ഭേദങ്ങളൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ ആ ഭേദങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഏതുമില്ലാതെ എന്ന് ഗുരുവോട് പറഞ്ഞത്. ജാതിഭേദം മാത്രമല്ല, മതദ്വേഷം മാത്രമല്ല, ഏതുമില്ലാതെ എന്ന് പറയുമ്പോൾ സകല ഭേദചിന്തകളെയും നിരാകരിക്കുന്ന ഒരു ഇടം, അത് സാക്ഷാത്കരിക്കാൻ കഴിയും. അത് മനുഷ്യനെ കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്, അത് മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ള ആ ഒരു പ്രഘോഷണം ഉണ്ടല്ലോ, അതാണ് ഗുരുദേവൻ നമുക്ക് കാട്ടിത്തന്ന ഏറ്റവും വലിയ ഒരു വിജ്ഞാനത്തിൻ്റെ മറ്റൊരു സ്രോതസ്സ് എന്ന് പറയുന്നത്. എന്ത് കണ്ടാണ് ജീവിക്കേണ്ടത്, എന്തായിട്ടാണ് ജീവിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഏകതയിലേക്ക് നോക്കി ജീവിക്കണം. ഒരു എന്ന് പറയുന്ന എല്ലാറ്റിനെയും ആശ്രയിക്കുന്ന അല്ലെങ്കിൽ എല്ലാറ്റിനെയും സമാശ്ലേഷിക്കുന്ന ആ വാക്കിലേക്ക് നമ്മൾ വരണം. നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൽ ഗുരു അവതരിപ്പിക്കുന്ന വിദ്യാഭ്യാസ ദർശനമുണ്ട്. എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം, എന്താണ് അറിവ് എന്ന് ചോദിക്കുമ്പോൾ ഗുരു രണ്ട് അറിവുകളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഒരറിവിൻ്റെ പേര് സമ എന്നാണ്, മറ്റൊരു അറിവിൻ്റെ പേര് അന്യ എന്നാണ്. സമ എന്ന അറിവിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയാണ്, പലവിധമായി അറിയുന്നതന്യ ഒന്നായി വിലസുവതാം സമ. എന്താണ് സമ? ഒന്നായിരിക്കുന്ന അറിവിൻ്റെ പേരാണ് സമ, പലതായിരിക്കുന്ന അറിവിൻ്റെ പേരാണ് അന്യ. എന്തിനാണ് ഈ രണ്ട് അറിവുകളെ പരിചയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, ഈ അന്യ എന്ന് പറയുന്ന അറിവ് നമ്മളിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം നമ്മളിങ്ങനെ ശിഥിലീകരണം നടത്തിക്കൊണ്ടിരിക്കും. അന്യ എന്ന് പറയുന്ന അറിവാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും കലഹിക്കാനും നമ്മളെപ്പോഴും കോലാഹലങ്ങളിലേക്കും വാദങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ സമ എന്ന അറിവ് അങ്ങനെയല്ല. സമ എന്ന് പറയുന്നത് ഒന്നായി വിലസുവതാം സമ. സമ എല്ലാറ്റിനെയും യോജിപ്പിക്കുന്നതാണ്, സമ എല്ലാറ്റിനെയും ചേർത്ത് നിർത്തുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കഥയുണ്ട്, സൂചിയും നൂലിൻ്റെയും കഥ അല്ലേ. ഒരു സൻഗുരുവിൻ്റെ അടുത്ത് ഒരു ധനികൻ ഒരു കത്രികയുമായി വന്നു. സാധാരണ കത്രികയല്ല, സ്വർണ്ണ കത്രിക. ഈ സ്വർണ്ണ കത്രിക ആ ഗുരുവിൻ്റെ മുന്നിൽ വെച്ച് താണ് വണങ്ങിയപ്പോൾ ഗുരു വളരെ നിഷ്കളങ്കമായിട്ട് ഈ ഗുരു ചോദിച്ചു, എന്താണിത്, കൊള്ളാമല്ലോ എന്ന് ചോദിച്ചു. ഗുരുവിന് അറിയില്ല എന്താണത്. അപ്പോൾ ഈ ധനികൻ പറഞ്ഞു, ഇത് കത്രികയാണ് ഗുരു. കത്രികയോ? അതെന്താണ് അതിൻ്റെ ഉപകാരം എന്ന് ചോദിച്ചു. എന്താ അതുകൊണ്ട് ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ധനികൻ പറഞ്ഞു, ഇതുകൊണ്ട് തുണികൾ മുറിക്കാം ഗുരു എന്ന് പറഞ്ഞു. ആഹാ അങ്ങനെയോ എന്ന് ചോദിച്ചു.
അപ്പോൾ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു തുണിക്കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ജാലവിദ്യ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ധനികൻ ഈ ശിഷ്യൻ കൊണ്ടുവന്ന തുണിക്കഷ്ണം ഇങ്ങനെ പലതായിട്ട് വെട്ടിയിട്ടു. അപ്പോൾ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ടിരുന്ന ഗുരുവിൻ്റെ മുഖം ആകെ മാറി. ഗുരുവിൻ്റെ മുഖം ഗൗരവമായി. അപ്പോൾ ഗുരു ആ ധനികനോട് ചോദിച്ചു, ഇതാണോ ഇതിൻ്റെ ഉപയോഗം? ഒന്നായതിനെ പലതാക്കുകയാണല്ലോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. ഇതാണോ ഇതിൻ്റെ ഉപയോഗം? എന്നിട്ട് ശിഷ്യനോട് പറഞ്ഞു, ഒരു സൂചിയും നൂലും കൊണ്ടുവരാൻ പറഞ്ഞു. ആ ശിഷ്യൻ സൂചിയും നൂലും കൊണ്ടുവന്നപ്പോൾ ഗുരു പറഞ്ഞു, ഇതെല്ലാം തുന്നിച്ചേർക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ സൂചിയും നൂലും കൊണ്ടുവന്ന് അത് തുന്നിച്ചേർത്ത് പഴയ പോലെ തുണിയാക്കി. അപ്പോൾ ഗുരു കൂടെ നിന്നവരോട് പറയുകയാണ്, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളൊരു കത്രികയാകരുത്. ജീവിതത്തിൽ നിങ്ങളെപ്പോഴും ഒരു സൂചിയും നൂലും ആകണം എന്ന്. ഒരിക്കലും ഒരു കത്രികയുടെ ധർമ്മം നിങ്ങൾ നടത്തരുത്. എന്ന് വെച്ചാൽ രണ്ടുപേര് ചേർന്നിരിക്കുന്നിടത്ത് ചെന്ന് വെട്ടരുത്. അവരങ്ങനെ ഇരിക്കട്ടെ. അവർ ചേർന്നിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കാൻ തോന്നണം. 10 പേര് ഒരുമിച്ച് സന്തോഷത്തോടെ 10 പേര് കൂട്ടുകാരായിട്ടിരിക്കണ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം തോന്നുന്നുണ്ട് എങ്കിൽ നമ്മളൊരു അഹിംസാലുവാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ കൂടെ ഒരു 5 പേരെ കാണുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ ഒരു 5 പേരെ കണ്ടാൽ നമുക്ക് അസഹിഷ്ണുതയാണ്. ഇതെങ്ങനെ പൊളിക്കാം? അങ്ങനെ 5 പേര് കൂടെ നടക്കണ്ട. 5 പേരും 5ആയിട്ട് നടക്കാനുള്ള കത്രികയുമായി നമ്മൾ അതിനിടയിലേക്ക് പുറപ്പെടാറുണ്ട്. മനുഷ്യൻ്റെ അസഹിഷ്ണുത, മനുഷ്യൻ്റെ അസൂയ, മനുഷ്യൻ്റെ കാലുഷ്യങ്ങളൊക്കെ ഇങ്ങനെ വ്യക്തിബന്ധങ്ങളിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടാക്കാറുണ്ട്. പകരം ഗുരു നമ്മളോട് പറയുന്നത്, ഗുരുദേവ ദർശനത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഇത്തിരി കാലമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ആ ഇത്തിരി കാലം മനുഷ്യ മനസ്സുകളെ ഏകോപിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഒരു സൂചിയും നൂലും പോലെ 2 വ്യക്തികൾ അകന്ന് നിൽക്കുമ്പോൾ, വീട്ടിൽ മകനും ഭാര്യയും മിണ്ടാതിരിക്കണ കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരമ്മ നല്ലൊരമ്മയല്ല. അവരെ കൂട്ടിച്ചേർപ്പിക്കണം. അല്പം പോലും സമയം കളയാതെ അവരെ കൂട്ടിച്ചേർപ്പിക്കണം. അവരെ എന്ത് പറഞ്ഞാലാണോ അവർ അവരുടെ വൈരം വെടിയുന്നത്, ആ വാക്കുകളെ കൊണ്ട് കൂട്ടി യോജിപ്പിക്കണം. അമ്മയും മകനും പിണങ്ങിയിരിക്കുന്ന കാണുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഭാര്യ ഉത്തമയായ ഒരു ഭാര്യയല്ല. അവരെ കൂട്ടിച്ചേർപ്പിക്കണം. അപ്പോൾ എവിടെയൊക്കെ വിള്ളലുകളുണ്ടോ, എവിടെയൊക്കെ വേർതിരിവുകളുണ്ടോ, ഗുരു നമ്മളിൽ പ്രകാശിക്കുന്നുണ്ട് എങ്കിൽ, ഗുരുവിനെ നമ്മൾ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നുണ്ട് എങ്കിൽ ആ വിള്ളലുകളെ നമുക്ക് പൂരിപ്പിക്കാൻ പറ്റണം. ആ വിള്ളലുകളിൽ കൂടി ഒരു സൂചിയും നൂലും പോലെ, ഒരു ധാര കണക്കെ, ഒരു സൂത്രേ മണിഗണായിവ എന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തിബന്ധങ്ങളെയും കോർത്ത് പൂമാലയാക്കി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. ഗുരു അങ്ങനെ ചെയ്ത ഒരാളാണ്. ഗുരു ഒന്നിനെയും ഉപേക്ഷിച്ചിട്ടില്ല, ഒരു വ്യക്തിയെയും ഉപേക്ഷിച്ചിട്ടില്ല. ഗുരുവിൻ്റെ കൂടെ ഉണ്ടായ സന്യാസി ശിഷ്യന്മാരെയൊക്കെ കളിയാക്കുമ്പോൾ ഗുരുവിനെ സഹിക്കുമായിരുന്നില്ല. ഞാൻ എൻ്റെ ഉള്ള ശിഷ്യന്മാരെ വെച്ച് ജീവിച്ചു കൊള്ളാം എന്നാണ് പറഞ്ഞത്. ആ ശിഷ്യന്മാരെ നോക്കുമ്പോൾ ആരെങ്ങനെയൊക്കെ കുറ്റം പറയുമ്പോഴും ഗുരു അത് സമ്മതിക്കുമായിരുന്നില്ല. എൻ്റെ ശിഷ്യന്മാർ അവരത്ര നല്ല കുട്ടികളാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്താണ്, എരൂരാണ് നരസിംഹാശ്രമം. ഗുരുദേവൻ്റെ നേരിട്ടുള്ളൊരു ശിഷ്യനായിരുന്നു നരസിംഹസ്വാമികൾ. അപ്പം നരസിംഹസ്വാമികൾ ഗുരുവിൻ്റെ കണക്കുകളൊക്കെ സൂക്ഷിക്കുമായിരുന്നു. നരസിംഹസ്വാമികൾക്ക് അധികം വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വലിയ ഒരു കണക്കപ്പിള്ള വന്നപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, കണക്കൊന്നും എഴുതണ ശരിയാവണുണ്ടാവില്ല, അതിനുള്ള വിദ്യാഭ്യാസമല്ലേ നരസിംഹത്തിനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത് എന്താണെന്നറിയോ? കണക്കറിയാത്തത് കൊണ്ട് കിട്ടുന്നതൊക്കെ നമ്മുടെ അടുത്ത് എത്തുന്നുണ്ട് എന്നാണ്. കണക്കറിയാത്തത് കൊണ്ട് കിട്ടുന്നതൊക്കെ നമ്മുടെ അടുത്ത് എത്തുന്നുണ്ട്. അതാണ് ഗുരു കാണുന്ന കണ്ണ് എന്ന് പറയുന്നത്. അതൊരു ഗുരുവിന് മാത്രം പറയാൻ പറ്റുന്നതാണ്. എത്ര നമ്മളുടെ ശിഷ്യന്മാരെ മറ്റുള്ള കുറവുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോഴും ഒരു യഥാർത്ഥ ഗുരു ആ സമയം അവരെ ഒന്നുകൂടി ആലിംഗനം ചെയ്യുകയാണ്, ഒന്നുകൂടി ചേർത്ത് നിർത്തുകയാണ്. അതിലവർ മതിമറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ശിവലിംഗദാസ സ്വാമികളൊക്കെ ശിശരീ കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യ സഞ്ജയാൻ ബ്രഹ്മവിദ്യ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ അങ്ങനെ പാടിയത് അതുകൊണ്ട്. ശിശിരീ കുർവതേ ശാന്തൈ കടാക്ഷൈ
ശാന്തമായ കടാക്ഷങ്ങളെ കൊണ്ട് ശിഷ്യൻ്റെ തപിച്ചിരിക്കുന്ന ഹൃദയത്തിലേക്ക് ഒരു ഗംഗാപ്രവാഹം കണക്കെയാണല്ലോ ഗുരുവേ നിൻ്റെ കടാക്ഷം വരുന്നത്. ഞാൻ എത്ര തപ്തനാണ്, ഞാൻ എത്ര തപിച്ചിരിക്കുന്നവനാണ്, ഞാൻ എത്ര ചൂട് പിടിച്ച് മനസ്സുമായിട്ടിരിക്കുന്നവനാണ്. എൻ്റെ ദുഃഖങ്ങളുടെ വ്യഥ എന്ന് പറയുന്നത് വലിയ ഒരു അഗ്നിപർവ്വതം പോലെയാണ്. ആ അഗ്നിപർവ്വതത്തിലേക്കാണ് നിൻ്റെ ശാന്തമായിരിക്കുന്ന കൺകോണുകളിലെ കടാക്ഷം ഒരു ശീതരശ്മി കണക്ക് എന്നിലേക്ക് പതിക്കുമ്പോൾ എൻ്റെ സകല ദുഃഖങ്ങളും, എൻ്റെ സകല പാപങ്ങളും, എൻ്റെ സകല താപങ്ങളും അകന്നു പോവുകയാണ് എന്ന് പാടണമെങ്കിൽ ആ ശിഷ്യന് ആ ഗുരുവിൽ നിന്ന് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതായതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയാണ് ഗുരു വ്യക്തി മനസ്സിന്, സമൂഹ മനസ്സിനെ ഇങ്ങനെ പരിചരിച്ചു കൊണ്ടിരുന്നത്. ആ വ്യക്തികളും ഒരു വ്യക്തിയെ മാത്രമല്ല, നാരായണ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് മുഴുവൻ വൈദ്യനായി മാറി എന്നുള്ളതാണ്. ഒരു വലിയ ജനതയെ ഗുരു ചികിത്സിച്ചു എന്നുള്ളതാണ്. ആഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പു ഗുരുമൂർത്തെ എന്ന് ആശാൻ പാടിയത് അതുകൊണ്ടാണ്. 1-2 ആളുകൾക്കല്ല വൈദ്യനാഥനായിട്ട് തീർന്നത്. ആഹാ ബഹുലക്ഷം ജനം, ബഹുലക്ഷം ആളുകൾക്ക്, ഒരു സമൂഹത്തിനാകവേ ചികിത്സിക്കുവാൻ പോരുന്ന ശേഷിയുള്ള ഭിഷഗ്വരനായിരുന്നു നാരായണ ഗുരുദേവൻ. ഒരൊറ്റ വാക്ക് മതിയായിരുന്നു. സമൂഹത്തിൻ്റെ മാറാവ്യാധിക്കുള്ള മരുന്ന് ഗുരുവിൻ്റെ ഒറ്റ വാചകത്തിലുണ്ടായിരുന്നു. അത്ര കണ്ട് അവബോധം, ഒരു സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സകലവിധമായിരിക്കുന്ന അവബോധവും ഗുരുവിനുണ്ടായിരുന്നത് കൊണ്ട് ഗുരുവിൻ്റെ ജീവിതത്തിൽ, ഗുരുവിൻ്റെ അനുഭവത്തിലൊക്കെ ആ അവബോധം തിങ്ങി വിങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് സമൂഹത്തെ ഗുരുവിനെ അങ്ങനെ പരിഷ്കരിക്കാനായിട്ട് കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ഈ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, 5ാമത്തെ ധർമ്മമായിട്ട് പറയുന്നത് അപരിഗ്രഹമാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും. സാമാന്യധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ 1ാമത് അഹിംസയാണെന്ന് പറഞ്ഞു, 2ാമത് സത്യം എന്നാണ് പറയുക. ഒന്നിനെയും ഹിംസിക്കരുത് എന്ന് പറഞ്ഞിടത്തുനിന്നാണ് ഇത്രയും വരെ എത്തിയത്. 2ാമത്തത് സത്യമാണ്. സത്യം എന്ന് പറയുന്നത്, സത്യം ഈശ്വരവാചിയാണ്. സത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സത്യമാണ് പറയുന്നെങ്കിൽ ഒരു വട്ടം പറഞ്ഞാൽ മതി, പിന്നെ ഒരുപാട് മെഴുകണ്ട. സത്യമല്ലെങ്കിൽ ഒരുപാട് മെഴുകേണ്ടി വരും, വീണ്ടും വീണ്ടും പറയേണ്ടി വരും. 1 100 1000 വട്ടം പറഞ്ഞാലും ഒരു കള്ളം സത്യമാവില്ല. അതങ്ങനെയാണ്. ഗുരു നിത്യ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. നിത്യചൈതന്യേതി പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ്. 1000 കടലാസ് പൂക്കൾ ചേർന്നാലും സത്യമായ ഒരു പൂവാകണമെന്നില്ല എന്നാണ്. 1000 കടലാസ് പൂക്കൾ ചേർന്നാലും സത്യമായൊരു പൂവാകണമെന്നില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ മനോഹരമായ ഒരു മാല ഗുരുവിന് നമ്മൾ ഏതോ ഒരമ്മ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ കോർത്ത് കൊണ്ടുവന്ന് ഇവിടെ ചാർത്തുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്. 2 വർഷം പഴക്കമുള്ള പ്ലാസ്റ്റിക് മാല അതിൽ കിടക്കുമ്പോൾ, പ്ലാസ്റ്റിക് മാല എത്ര ഭംഗിയുണ്ടെങ്കിലും നമുക്കൊരു ഹൃദയപരത തോന്നില്ല അതിനോട്. ഇതുപോലെയാണ് കള്ളവും സത്യവും തമ്മിലുള്ള വ്യത്യാസം. കള്ളം 1000 കള്ളങ്ങൾ ചേർത്ത് വെച്ചാലും ഒരു സത്യമാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് സത്യം പറയണം, സത്യത്തിൽ ജീവിക്കണം എന്നുള്ളത്. കാരണം സത്യം എന്ന് പറയുന്നത് സനാതനമായ ധർമ്മമാണ് എന്ന് ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ കാലത്തിലും ഈ കാലത്തിലും വരാൻ പോകുന്ന കാലത്തിലും മാറ്റമില്ലാതിരിക്കുന്ന പൊരുൾ ഏതാണോ അതിനെയാണ് ഋഷിമാർ സത്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഗുരുദേവൻ ദൈവത്തിൻ്റെ നിർവചനം പറഞ്ഞപ്പോൾ നീ സത്യം എന്നാദ്യം പറഞ്ഞത്. അതിനുശേഷമാണ് നീ ജ്ഞാനം എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് നീ ആനന്ദം എന്ന് പറഞ്ഞത്. നീ സത്യം, നീ ജ്ഞാനം, നീ ആനന്ദം. നീ സത്യം, ജ്ഞാനമാനന്ദം എന്നുള്ളതാണ് ഔപനിഷദമായിരിക്കുന്ന ഈശ്വരൻ്റെ നിർവചനം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഗുരുദേവ കൃതികളിൽ ദൈവദശകം അടിസ്ഥാനപരമായിട്ട് ഒരു ജനതയെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആധ്യാത്മികതയുടെ സകല രഹസ്യങ്ങളും അടങ്ങിയ ദൈവദശകത്തിൽ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് ഈ സത്യം, ജ്ഞാനം, ആനന്ദം എന്നുള്ളതാണ്. അപ്പോൾ അഹിംസ, സത്യം, അസ്തേയം, സ്തേയവും അപരിഗ്രഹവും 3-4 കാര്യങ്ങൾ എന്താണ് ഗുരു പറഞ്ഞിട്ടുള്ളത്? മോഷ്ടിക്കരുത് എന്നാണ്.
മോഷണം പാടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നും മോഷ്ടിക്കാറില്ല. പക്ഷെ നമ്മൾ ഒരുപാട് മോഷ്ടിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആശയങ്ങൾ വരെ മോഷ്ടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒരിടത്തുനിന്ന് കേട്ട കാര്യങ്ങളാണ് വേറൊരിടത്തുനിന്ന് പറയുന്നത്, ഒരിടത്ത് വായിച്ച കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ മോഷണങ്ങൾക്ക് പലവിധമായ തലമുണ്ട്. അത് ഒരുപാട് കൂടിപ്പോകുമ്പോഴാണ് ഒരാൾ എഴുതിയ ലേഖനം എടുത്ത് നമ്മുടെ പേരിൽ പ്രസിദ്ധീകരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരാൾ എഴുതിയ കവിത എടുത്ത് പ്രസിദ്ധീകരിക്കുമ്പോഴൊക്കെയാണ് അത് അതിൻ്റെ ഭീകരതയിലേക്ക് പോകുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ എത്ര കണ്ട് ഇത് കുറയ്ക്കാമോ, ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഗതികൾ കുറച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഗുരുവിന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഇനി മൂല്യനവീകരണം, ഞാൻ പറഞ്ഞു വന്ന വാക്കിലേക്ക് വരാം. അപരിഗ്രഹം എന്നതാണ് എല്ലാ തത്വസംഹിതയിലും എഴുതി കാണുന്നത്, ഒന്നും പരിഗ്രഹിക്കാതിരിക്കുക. പക്ഷെ ഗുരുവിൻ്റെ ശ്രീനാരായണ ധർമ്മത്തിലേക്ക് വരുമ്പോൾ അപരിഗ്രഹം എന്ന വാക്കിൻ്റെ സ്ഥാനത്ത് എന്തായി? മദ്യവർജനം എന്നായി. കാരണം ഗുരുവിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും ഗുരു വേറൊരു കാര്യം അവിടെ ശ്രദ്ധിച്ചു. ഇവിടെ ഇപ്പോൾ പറയേണ്ടത് അപരിഗ്രഹമല്ല, പകരം വ്യക്തികളെ നശിപ്പിക്കുന്ന, നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന, മദ്യമാകുന്ന വിപത്തിനെ കുറിച്ചാണ് ഒരു ജനതയെ ബോധിപ്പിക്കേണ്ടത് എന്ന്. അതുകൊണ്ടാണ് ഗുരുദേവൻ്റെ പിറന്നാൾ ദിവസം തന്നെ ഗുരു പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ ഈ മദ്യമുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നൊക്കെയുള്ള ഒരു വിജ്ഞാപനം തന്നെ ഗുരു പുറപ്പെടുവിച്ചിട്ടുണ്ട്. പലവിധമായ വിജ്ഞാപനങ്ങൾ ഗുരുവിൻ്റെ പല ജന്മദിനങ്ങളിലും ഗുരു പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇതായിരുന്നു. അപ്പം മദ്യവർജനം ഗുരു ഏറെ ആഗ്രഹിച്ചിരുന്നു. ഗുരു പറയുന്നത് എന്തെന്നാൽ മദ്യം നമ്മുടെ ബുദ്ധിയെ കെടുത്തും എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് കുടിക്കരുത് എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നത്, ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു പറയുന്നുണ്ട്, ഒരു മദ്യപാനിയെ ഒരു 4 വയസ്സുള്ള കുട്ടി പോലും പരിഹസിക്കുന്നു എന്നാണ് പറയുന്നത്. വഴി കൂടെ പോണ കൊച്ചു കുഞ്ഞില്ലേ, അവൻ വരെ ഒരു കല്ലെടുത്തെറിയും ഇയാൾ വഴിയിൽ കിടക്കണ കണ്ടാൽ. അത്ര പോലും ആ കൊച്ചു കുഞ്ഞ് പോലും ആ മദ്യപാനിക്കൊരു വില കൊടുക്കില്ല. നമ്മളുടെ നിലയും വിലയും സ്ഥാനവും മാനവും എല്ലാം നശിച്ചു പോകുന്നത് ഈ മദ്യപാനത്തിലൂടെയാണ് എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഗുരു ആ ഒരു കാര്യത്തെ ഈ സാമാന്യധർമ്മത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. കുടിക്കരുത് എന്ന് പറയുന്നത് വെറുതെ ഒരിടത്ത് ഒരു ഫലകം തൂക്കി പറയല്ല. മനുഷ്യൻ വളരെ മിനിമം ആചരിക്കേണ്ട സാമാന്യമായിരിക്കുന്ന ധർമ്മത്തിൽ 5ാമത്തെ ധർമ്മമായിട്ട് ഗുരു മദ്യവർജനത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ബുദ്ധികെട്ട മനുഷ്യന് എന്തിനു കൊള്ളാം? ബുദ്ധികെട്ട പിന്നെ ആ വ്യക്തി തീർന്നു. ഭഗവത്ഗീതയിൽ ഒരു വ്യക്തിയുടെ പ്രണാശം എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. ഭഗവത്ഗീത സംഖ്യയോഗത്തിലാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് അത് പറഞ്ഞു കൊടുക്കുന്നത്. ധ്യായത്തെ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായത്തെ സംഗാത് സംജായത്തെ കാമഃ കാമാത് ക്രോധോഭിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇങ്ങനെ പറയാണ്. എപ്പോഴാണ് ഒരു വ്യക്തി നശിച്ചു പോണത്? ധ്യായതോ വിഷയാൻ പുംസഃ. നാശത്തിൻ്റെ തുടക്കം ഗീത പറയണത് വിഷയങ്ങളെ ധ്യാനിക്കുന്നതാണ്. ഒരു വ്യക്തി എപ്പോൾ നശിക്കാൻ തുടങ്ങുന്നു? അവൻ്റെ ധ്യാനം വിഷയത്തിലാകുമ്പോഴാണ്. എന്താ അങ്ങനെ പറയണത്? ധ്യാനം വിഷയങ്ങളെ താലോലിക്കുന്ന, ലൗകികമായിരിക്കുന്ന വിഷയങ്ങളെ താലോലിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും? അവനൊരിക്കലും ശാന്തി ഉണ്ടാവില്ല. അവന് പെട്ടെന്ന് സംഘം വരും. ഏതെങ്കിലും ഒരു വിഷയത്തെയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ, അപ്പം ഞാൻ വിചാരിക്കുകയാണ്, അയ്യോ ഐസ്ക്രീം കഴിക്കായിരുന്നു, നല്ല ചൂട് അല്ലേ. അപ്പം ഐസ്ക്രീമിനെ കുറച്ച് നേരം, ഐസ്ക്രീം ഒരു വിഷയമാണ്, കുറച്ച് നേരം ആ വിഷയത്തെ ഞാൻ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയാണ്ട് ഐസ്ക്രീം പാർലറിലേക്ക് പോവും. കാരണം എന്താ? എനിക്ക് അതിനോടൊരു മമത വരും. വ്യക്തികളോടായിക്കൊള്ളട്ടെ, വസ്തുക്കളോടായിക്കൊള്ളട്ടെ, ആശയങ്ങളോടായിക്കൊള്ളട്ടെ. എങ്ങനെയാണ് ഈ ആദർശങ്ങളൊക്കെ നമ്മുടെ ഇത്ര സ്വാധീനിച്ചത്? എങ്ങനെയാ? ആരെങ്കിലും ഒരാൾ എന്ന് പ്രസംഗിച്ചത് എപ്പോഴോ കേട്ടതാണ്. കേട്ട വാക്കുകളെ പിന്നെയും പിന്നെയും ഇങ്ങനെ താലോലിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സുഖം. കുറേ കഴിയുമ്പോൾ നമ്മൾ ആ ചിന്താസരണിയുടെ ആർക്കും തടുക്കാൻ പറ്റാത്തൊരു വക്താവായി മാറുകയാണ്. നമ്മൾ മോൾഡ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ പോലും അറിയണില്ല നമ്മൾ ഇങ്ങനെ ആയിത്തീരുന്നത് എങ്ങനെയാണെന്ന്. ആരോ പറഞ്ഞ ഒരു പ്രസംഗത്തെ നമ്മൾ താലോലിച്ചതാണ്.
അപ്പോൾ വിഷയങ്ങളെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം സംഭവിക്കുന്നത് സംഘമാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പാടിയത്, ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീടണം അറിവായി ഇതിനിന്നയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. ഉണരരുത് ഇനി, എണീക്കണ്ടാട്ടോ എന്നല്ല, ഉണരരുത് ഇനി, ഈ വിഷയങ്ങളിലേക്ക് ഉണരരുത്. ഉറങ്ങിടാതെ ഇരുന്നിടണം. നീ എന്തിനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഗുരുവിനെ ധ്യാനിക്കണം, ആത്മാവിനെ ധ്യാനിക്കണം, ചൈതന്യത്തെ ധ്യാനിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്തേഷൂപജായതേ. സംഘം ഉണ്ടാവും, അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. സംഘാത് സംജായതേ കാമഹ. ഒരു സാധനത്തോട് സംഘം വന്നാൽ പിന്നെ എന്തായി? കാമം വരും. കാമം എന്ന് പറഞ്ഞാൽ എന്താ? കാമം എന്ന് പറയുന്നത് ലസ്റ്റ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, കാമം എന്ന് പറയുന്നത് ആഗ്രഹം. എനിക്കത് വേണം എന്ന് കലശലായി തോന്നുക, അതിനെയാണ് കാമം എന്ന വാക്ക്. സംസ്കൃത വാക്കിന് കാമം എന്ന വാക്കിന് വളരെ വ്യാപ്തിയുണ്ട്. ആഗ്രഹത്തെയാണ് കാമം എന്ന് പറയുക. എന്ത് സാധനത്തോടുള്ള ആഗ്രഹവും കാമമാണ്. അപ്പോൾ അതെന്താണ്? ആ വസ്തു വേണം എന്ന് തോന്നുമ്പോൾ കാമായി. കാമാത് ക്രോധോഭിജായതേ. ഇനി കാമം എങ്ങനെയാണ് ക്രോധമായി തീരുന്നത്? ഗീതയിൽ പറയണു, നമ്മൾ കലശലായി ആഗ്രഹിച്ച വസ്തു നമുക്ക് കിട്ടാതെയാകുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അങ്ങനെയല്ലേ കാമുകി തിരസ്കരിക്കുമ്പോൾ കാമുകം കൊല്ലണത്? അവരെത്ര സ്നേഹിച്ചിരുന്നതാ. ഒരു സുപ്രഭാതത്തിൽ കേൾക്കണു ടിഷ്യൂ വെടിവെച്ച് കൊന്നു. എന്തിനാ കൊന്നത്? അവൻ്റെ കാമത്തെ അവൾ തിരസ്കരിച്ചു. എനിക്ക് പറ്റില്ല, എൻ്റെ വീട്ടിൽ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ ആഗ്രഹത്തിന് തടസ്സം വന്നു, നശിപ്പിച്ചു. അപ്പോഴേക്കും ലെവല് മാറുകയാണ്. നോക്കൂ, ഘട്ടം ഘട്ടമായി ഒരു മനുഷ്യനിൽ സംഭവിക്കുന്ന വിനാശം പറയാണ്. കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധത്തിൽ നിന്ന് എന്തുണ്ടാവും? ഗീത പറയുന്നു സമ്മോഹം. സമ്മോഹം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത അവസ്ഥ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് തന്നെ ആ സിറ്റുവേഷനിൽ, ആ സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സമ്മോഹാത് സ്മൃതി വിഭ്രമഹ. സമ്മോഹം വന്നാൽ എന്തുണ്ടാവും? സ്മൃതിഭ്രംശം ഉണ്ടാവും, ഓർമ്മ പോവും. അവൻ നമുക്ക് ചെയ്ത അല്ലെങ്കിൽ അവൾ നമുക്ക് തന്ന സ്നേഹമൊക്കെ മറക്കും, അല്ലെങ്കിൽ അമ്മ ചെയ്ത സ്നേഹം മറക്കും, അച്ഛൻ തന്ന കരുതലുകൾ മറക്കും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശക. ഈ ഓർമ്മ പോയി കഴിഞ്ഞാൽ വ്യക്തിക്ക് ബുദ്ധിയും നശിക്കും. ബുദ്ധി നശിക്കുന്ന വ്യക്തി എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് മദ്യം ഉണ്ടാക്കി തരുന്നത്. മദ്യം എന്ന വിഷയത്തെ നമ്മൾ ധ്യാനിക്കുന്നു, അതിനോട് സംഘം വരുന്നു, അതിനോട് കാമം വരുന്നു, അതിനോട് ക്രോധം വരുന്നു, അതിനോട് സമ്മോഹം വരുന്നു, സ്മൃതിഭ്രംശം വരുന്നു, ബുദ്ധിനാശം വരുന്നു. അതിലൂടെ വ്യക്തി ആത്യന്തികമായി നശിക്കുകയാണ്. ഋഗ്വേദത്തിലൊരു സൂക്തമുണ്ട്, കിതവ സൂക്തം എന്നാ പറയുക. കിതവന്റെ വിലാപം. കിതവൻ എന്ന് പറഞ്ഞാൽ ചൂതുകളിക്കാരൻ, ഗാംബ്ലറെയാണ് കിതവൻ എന്ന് പറയുക. കിതവ സൂക്തം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സൂക്തം തന്നെ ഋഗ്വേദത്തിലുണ്ട്. അദ്ദേഹം ചൂത് കളിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി, എല്ലാം പോയി, എല്ലാ രൂപയും പോയി. അപ്പോൾ ഒരു ഗതിയില്ലാണ്ട് ഭാര്യയെ ഇയാളെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ കിതവൻ അവസാനം വിലപിക്കുകയാണ്, എങ്ങനെയാണ് എനിക്ക് എല്ലാവരും നഷ്ടപ്പെട്ടത്? എൻ്റെ അടുത്ത് മക്കളില്ല, ഭാര്യയില്ല, എൻ്റെ വീട് പോയി, പറമ്പ് പോയി, സമ്പാദിച്ചു വെച്ചതെല്ലാം പോയി. അതെല്ലാം പോയത് ചൂത് കളിച്ചാണ്. അപ്പോൾ അന്നൊക്കെ ആദ്യമൊക്കെ ഭാര്യ പറയായിരുന്നു, നിങ്ങൾ ഇത്രയും ചൂത് കളിക്കരുത്. പക്ഷെ അതൊന്നും കേട്ടില്ല. അപ്പോൾ കിതവൻ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ കിതവൻ വിലപിക്കുകയാണ്, എനിക്കൊന്നുമില്ല, എനിക്ക് ഈ ധനം ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു, ഈ ചൂതൊന്ന് മാത്രമാണ് എന്നെ എല്ലാവരിൽ നിന്ന് അകറ്റിയത്, ഒന്നുമില്ലാത്തവനാക്കിയത് എന്ന് ഒരു പശ്ചാത്താപത്തിൻ്റെ ഭാഷയിൽ കിതവൻ നടത്തുന്ന സൂക്തമാണ് കിതവ സൂക്തം. ഇത് തന്നെയാണ് ഒരു മദ്യപാനിയിൽ സംഭവിക്കുന്നത്. എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഗുരു ഈ നഷ്ടപ്പെട്ടിട്ട് പശ്ചാത്തപിക്കുന്നതിൽ ഭേദം. നമ്മൾ സ്കൂളിലൊക്കെ ടീച്ചർമാർ പറയില്ലേ, പഠിക്ക് എന്നിട്ട് കുറേ വർഷം കഴിഞ്ഞ് ടീച്ചറെ കാണാൻ വരും ലഡുവൊക്കെ മേടിച്ചിട്ട്. അന്ന് ടീച്ചർ പറഞ്ഞിരുന്നത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് എന്തെങ്കിലും ജോലി കിട്ടിയാനെ. എടാ മോനെ, അതുകൊണ്ടല്ലേ നേരത്തെ നിന്നോട് പഠിക്കാൻ പറഞ്ഞത്. അന്നത് തോന്നൂല.
ആ സമയത്ത് അത് തോന്നൂല. കുറേ കഴിയുമ്പോൾ ജീവിതാനുഭവങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പോൾ ടീച്ചറോട് ഒരു പ്രത്യേക ഒരു കൃതജ്ഞത വരും. അയ്യോ പാവം ടീച്ചർ എന്നോട് എന്തോരം പറഞ്ഞ, ടീച്ചർ ഇപ്പോൾ എവിടെയാണാവോ, മരിക്കാറായോ, ഒന്ന് പോയി കണ്ടേക്കാം എന്ന് തോന്നും. അങ്ങനെയാണ് ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ട് ഈ കുറ്റബോധം നടത്തുക. ഈ മദ്യപാനികൾക്കും ഗുരു പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമുള്ളൊരു റിഗ്രറ്റ് അത് ആവശ്യമില്ല. കുറച്ച് ബോധം ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഗുരുജ്ഞാന സരണിയിലൂടെ മുന്നേറുന്ന ഒരാൾക്ക്, അറിവുള്ളൊരു വ്യക്തിക്ക്, വിവേകമുള്ളൊരു വ്യക്തിക്ക്, വിവേചനമുള്ളൊരു വ്യക്തിക്ക് ഇതിന് എല്ലാം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ഗുരുവിൻ്റെ വാക്കിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എൻ്റെ ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന ഒറ്റ ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വലിയ ഒരു വിപത്തിൽ നിന്ന് നമ്മൾ കരകയറും. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബം അല്ലേ. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സൗഖ്യമായി വരയണം എന്ന് ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലേ. ഒരു മദ്യപിച്ച് വരുന്നൊരു വ്യക്തിയുടെ എല്ലാവിധമായിരിക്കുന്ന ദൂഷ്യങ്ങളും കാണേണ്ടി വരുന്നത് ആ സാധു സ്ത്രീയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള കുഞ്ഞു മക്കളാണ്. അവരുടെ പഠിക്കാനുള്ള അന്തരീക്ഷം നഷ്ടപ്പെടുകയാണ്. അവിടെ ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും ഭഞ്ജിക്കപ്പെടുകയാണ്. എൻ്റെ ആത്മസുഖത്തിന് വേണ്ടി ഞാൻ മദ്യം കഴിച്ചു എന്ന് പറയുമ്പോൾ ആ മദ്യം എത്ര വ്യക്തികളുടെ ജീവിതത്തെയാണ് കലക്കിയത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ കുഞ്ഞേ എന്നാണ് ഗുരുവിൻ്റെ അവനവൻ ആത്മസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ ഗുരു ചിന്തിപ്പിക്കാൻ പറയുന്ന ഘടകം. ഇങ്ങനെ ഓരോ മേഖലയിലൂടെയും ഗുരു നടത്തിയിരിക്കുന്ന മൂല്യ നവീകരണങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാം പെട്ടുപോയതിനു ശേഷം പഠിക്കാനല്ല, പെടുന്നതിന് മുൻപ് പഠിക്കാനാണ്. അതുകൊണ്ടാണ് ആ ലാക്കിലുടൻ സന്മതി തോന്നിക്കണം എന്ന് പ്രാർത്ഥിച്ചത് അല്ലേ. ആ ലാക്കിൽ തോന്നണം ഇതൊക്കെ. ആ നിമിഷത്തിൽ എനിക്ക് നല്ല ബുദ്ധി തോന്നണം. ഗുരു എത്ര ഇടങ്ങളിലാണ് ഈ നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തിയേക്കണതെന്നറിയോ. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തുകളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മൾ എന്നും ചൊല്ലുന്നതാണ്. പക്ഷെ ആ ചൊല്ലുന്ന വേളയിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഗുരുവിനോട് പറയണം, അല്ലയോ പരമാത്മാവേ എൻ്റെ ബുദ്ധി ഒന്ന് തെളിച്ചു തരണേ എന്ന്. സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഗുരു പറയുന്നുണ്ട്, ഈ ബോധക്കേടൊക്കെ നീക്കിത്തരിക അമൃതരുൾ തെൻ തുളുമ്പും പദം തേ. ബോധക്കേട് നീക്കാൻ പറയണത് എന്താണ്? സദ്ബുദ്ധി തരാനാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്നും ഓർമ്മ വന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കായിരുന്നു എന്ന് 80 വയസ്സാകുമ്പോൾ തോന്നിയിട്ട് കാര്യമില്ല. 40 വയസ്സാകുമ്പോൾ കേൾക്കാൻ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ 40 വയസ്സിൽ തന്നെ ആ മാറ്റത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, അത് നടപ്പാക്കുമ്പോൾ, ഇതൊക്കെയാണ് ഗുരുധർമ്മ പ്രചരണം എന്ന് പറയുന്നത്. അല്ല നമ്മൾ ഒരുപാട് ഇങ്ങനെ മൈക്കിക്കൂടെ ഘോരഘോരം പ്രസംഗിക്കുന്നതല്ല. ഒരു കുഞ്ഞു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ നമ്മളോളം പോകുന്ന ഒരു ഗുരുധർമ്മ പ്രചാരകയില്ല. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പല വാക്കുകളെയും. ഒരുപാട് പ്രസംഗം നടത്തുന്ന ആളാണ് ഏറ്റവും നല്ല ഗുരുധർമ്മ പ്രചാരക എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ധർമ്മം നേരാം വണ്ണം അനുഷ്ഠിച്ചാൽ അവനോളം പോരുന്ന ഒരു ഗുരുധർമ്മ പ്രചാരകനെ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും അനുഷ്ഠിക്കാവുന്ന കാര്യങ്ങളെ ഗുരു പറഞ്ഞിട്ടുള്ളൂ. ഗുരുവിൻ്റെ തത്വസംഹിതയുടെ, ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അനുഷ്ഠിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഗുരു പറഞ്ഞിട്ടില്ല. ഈ കുഞ്ഞു ജീവിതത്തിൽ അല്ലേ, കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. മധ്യ ഇങ്ങനെ കാണുന്ന നേരമാണ് അല്ലേ. ഞാനും നിങ്ങൾ ഒരുമിച്ചല്ല ജനിച്ചത്, ഒരുമിച്ചല്ല മരിക്കണത്. ഇടയ്ക്ക് എപ്പോഴും ഒന്ന് കണ്ടുമുട്ടി, ആമ്പലൂർ വന്ന് താമസിച്ചു. മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. അവിടെ ഈ ഇടയ്ക്ക് കൂടി ചേരുന്ന ആ ഘട്ടത്തിൽ, അല്ലെങ്കിൽ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടുന്ന നിയോഗം പോലെ,
അല്ലേ? പെരുവഴി അമ്പലത്തിൽ വൈകുന്നേരമാകുമ്പോൾ സത്രത്തിൽ പല ദിക്കിൽ നിന്ന് വന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് നേരം വെളുക്കുമ്പോൾ 4 വഴിക്കും പോയ പോലത്തെ ഒരു കൂടിച്ചേരൽ മാത്രമാണ് ഈ ജീവിതം എന്ന് പറയണത്. ആ കുഞ്ഞു ജീവിതത്തിൽ ഒരു വ്യക്തി നല്ലവനാകാൻ എന്തൊക്കെ അനുഷ്ഠിക്കാമോ അതൊക്കെ ഗുരു പറഞ്ഞിട്ടുള്ളൂ. അങ്ങനത്തെ ജീവിത പാഠങ്ങളാണ് ഗുരു പറഞ്ഞിട്ടുള്ളൂ. ഇനി ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, നമ്മളിങ്ങനെയൊക്കെ അത്യാവശ്യ ധർമ്മങ്ങളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ മരിച്ചു പോകുമല്ലോ. ഗുരുവിനെ പോലെ സമാധിയാവാനുള്ള യോഗമൊന്നും ഉണ്ടാവില്ല. വടിയായി പോകാനായിരിക്കും മിക്കവാറും യോഗം. പക്ഷെ ആ വടിയാകുമ്പോൾ എന്ത് ചെയ്യണം, മരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വരെ ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഭീകരമായിരിക്കുന്ന സങ്കല്പങ്ങളൊന്നും ഗുരു ജനനത്തിനും മരണത്തിനും ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുക നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഈ മരണമൊന്നും ആർക്കും സംഭവിക്കാത്തതല്ല, അല്ലേ? മരണം നമ്മളെപ്പോൾ ജനിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ദിവസം അത് ഇല്ലാണ്ടാവുന്നതാണ്. അതൊരു ഇല കൊഴിയുന്ന പോലെയാണ്. ഒരു പ്ലാവിലുണ്ടായി ഒരു തളിരിലയായി അത് കുറച്ചുകൂടി പുഷ്ടിപ്പെട്ടു, കുറച്ച് പച്ചപ്പോടെ ആരോഗ്യത്തോടെ നിൽക്കുന്ന ഒരു ദിവസം അത് പഴുക്കിലയാവുന്ന താഴെ വീഴുന്നു. എത്ര സഹജമായൊരു പ്രക്രിയ അല്ലേ? വളരെ സഹജമായ, ജനനം പോലെ തന്നെ സഹജമായ ഒരു പ്രക്രിയയാണ് മരണം. പക്ഷെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആകെ പരാക്രമമായി, നമുക്ക് ആകെ പരിഭ്രാന്തി. ഇതെന്താ ഇപ്പം മരിച്ച്? അപ്പം എത്ര വയസ്സായി അമ്മ? 86. അത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പം 86 വയസ്സിൽ മരിക്കേണ്ടതാണ് നമ്മൾ. അപ്പോൾ 86 വയസ്സ് പണ്ടേ മരിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന എന്നാലും അധികം പ്രായമൊന്നും ആയില്ലല്ലോ, ഒരു 10 വർഷം കൂടി ഇരിക്കാമായിരുന്നു. അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? 10 വർഷം കൂടി എൻ്റെ ആയുസ് എന്തെങ്കിലും പൂജയുണ്ടോ, എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടോ? നമ്മൾ പുരോഹിതന്മാരുടെ അടുത്തൊക്കെ പോവും. ഇനി ആരെങ്കിലും അസ്ഥാനത്ത് മരിച്ചു കഴിഞ്ഞാലോ നമ്മളെ പേടിപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അതെന്തത് മരണം വന്ന് ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, പഞ്ചമിയിലാണ് കേട്ടോ മരണം, കൂടെ 3-4 കൂടി കൊണ്ടുപോയി. ഇത് കേൾക്കണ പാവം അമ്മ പേടിച്ചു പോവും. ഇനി ആരാണാവും ഇനി അടുത്ത ആൾ മരിക്കണേ നോക്കും. ഇങ്ങനെ ഈ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ഭീതിപ്പെടുത്തുക. ഈ LIC-കാർ ചേർക്കണ പോലെ നിങ്ങൾ പറഞ്ഞ് ചേർന്നിടുന്ന എങ്ങാനും തട്ടിപ്പോയ ഭാര്യയ്ക്ക് പൈസ കിട്ടുമല്ലോ. അപ്പോൾ ഒട്ടും പൈസ ഇല്ലെങ്കിൽ അവനെടുത്ത് ചേരും, കാരണം ചത്തുപോയി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കിട്ടുമല്ലോ. ഇതുപോലെയാണ് ഈ മരണമൊക്കെ വരുമ്പോൾ ചില പുരോഹിതന്മാർ നമ്മളെ പറ്റിക്കുക, അല്ലെങ്കിൽ പുരോഹിതന്മാർ നമ്മളെ കബളിപ്പിക്കുക. അത് ഇങ്ങനെയാണ് കേട്ടോ, ഭയങ്കര ദോഷമാണ്. എന്ത് ദോഷം? ജനിച്ചാൽ മരിക്കില്ലേ? ഗുരു അത്രേ അതിനെ കണ്ടിട്ടുള്ളൂ. വളരെ സഹജമായൊരു പ്രക്രിയ. ഗുരു അതുകൊണ്ട് ഈ മരണക്രിയയെക്കുറിച്ച് ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടിലൊരു ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും മരണം ഒരു നെഗറ്റീവ് എനർജിയാണ്. അത് വലിയ സന്തോഷിക്കാനുള്ള വസ്തുവൊന്നും നമുക്ക് തരുന്നില്ല. വീട്ടിൽ നമുക്ക് പൊട്ടിച്ചിരിക്കാനോ തമാശ പറഞ്ഞിട്ടുള്ളൊരു ഭാവമൊന്നുമല്ല മരിക്കുമ്പോൾ ഉണ്ടാവും. മരിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് ഗുരു എന്താ പറഞ്ഞത്? ഒരാൾ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസം ഈ വന്നിരുന്ന്, ഈ ആളുകളൊന്നും പോവില്ലല്ലോ വീട്ടിൽ നിന്ന്, ഇപ്പോഴൊക്കെയാണ് പിന്നെയും പോവുക, ജോലിക്കാരൊക്കെ ആയതുകൊണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ വന്നിരുന്ന് അവിടെ തമ്പടിക്കും, വെറുതെ ഇരുന്ന് അതും ഇതുമൊക്കെ പറഞ്ഞ് പിന്നെ ആ മരണവീട് കലാപഭൂമിയാക്കാതിരിക്കാനായിരിക്കണം ഗുരു പറഞ്ഞത് ഈ വന്നിരിക്കണവരൊക്കെ ഒന്ന് പ്രാർത്ഥന ചൊല്ലിയാൽ കൊള്ളാം. അത് എത്ര ദിവസം? 10 ദിവസം. അത് മതി. നമുക്ക് ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കാൻ പഠിക്കണം ആദ്യം. നമ്മളങ്ങനെ നമുക്കേ പറ്റൂ, വേറെ ആർക്കാ പറ്റുക? നാരായണ ഗുരുദേവൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ മതി എന്ന് നമുക്കല്ലാതെ വേറൊരാൾക്കും പറ്റില്ല അത് പറയാൻ. നമ്മളാണ് അത് ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത്. 10 ദിവസത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് അടിച്ച് തളിച്ച് കുളിച്ച് ഹോമം ചെയ്യണമെന്നേ ഗുരു പറഞ്ഞിട്ടുള്ളൂ. ആ ഹോമം തന്നെ 10-200 രൂപയിൽ നമ്മുടെ പപ്പുണ്ണിയുടെ കടയിൽ പോയി വാങ്ങിക്കണ സാധനം കൊണ്ട് വന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഹോമമാണ് ഗുരു പറഞ്ഞു തന്നിട്ടുള്ളൂ. അതിന് ഒരുപാട് പൈസയൊന്നുമില്ല. ആ ഹോമം നമ്മളിവിടെ ഒരിക്കൽ എല്ലാവരും കൂടി ഇരുന്ന് ചെയ്തതാണ്. അതിൻ്റെ പേര് ഹോമമന്ത്രം എന്നാണ്. വീട്ടിൽ അതൊക്കെ ചെയ്താൽ ധാരാളമാണ്. ആ ഒരു ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ മനുഷ്യരുടെ നമ്മളെ ബാധിച്ച ഒരു സങ്കടം, ആ ദുഃഖമൊക്കെ ഈ 10 ദിവസത്തെ പ്രാർത്ഥനകൾ കൊണ്ട് അകന്നു പോകും. ഒരു സംശയമില്ല. അതിന് ഒരുപാട് നാളത്തെ ചിട്ടയും ഒരുപാട് നാളത്തെ വ്രതവും ഒന്നും നമുക്ക് ആവശ്യമില്ല. ഗുരു പറഞ്ഞതാണെങ്കിൽ അങ്ങനെ. ഗുരു അവിടെ പറയുന്നുണ്ട്, ഇതൊന്നും വിശ്വാസമില്ലാത്തവർക്ക് അതും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കണം.
വിശ്വാസികളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ 10 ദിവസം നമ്മൾ കൃത്യമായിട്ട് ആ വീട്ടിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഈ ഡെഡ് ബോഡിയുടെ അടുത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അവിടെയാണ്. കാരണം എന്താ, ഒരു ദിവസം ഞാനും ഇങ്ങനെ പോകുമല്ലോ എന്നുള്ള വിചാരം അപ്പോഴാണ് നമുക്കുണ്ടാവുക. വേറെ ഒരിടത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെ തോന്നില്ല. ഈ ശ്മശാനം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫിലോസഫി വരും, ഈശ്വര ഒരു ദിവസം ഞാനും ഇവിടെ വരുമല്ലോ. വേറെ ഏത് ദൃശ്യം കണ്ടാലും നമ്മൾ വിചാരിക്കുക നമ്മൾ എന്നും ഇവിടെ ഉണ്ട് എന്നാണ്. ശ്മശാനം കണ്ട അങ്ങനെ വിചാരിക്കില്ല, അയ്യോ ഒരു ദിവസം ഇങ്ങോട്ട് വരണമല്ലോ. ഈ ഒരു ബോധ്യം ഉണ്ടല്ലോ, ഈ ജനനം ഈ മരണം എന്ന് പറയുന്ന ഈ കാര്യങ്ങളെയൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് ഈ മധ്യയുള്ള കാര്യം ഭംഗിയാക്കാനാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ആഡംബരങ്ങൾക്കും ഗുരു കൂട്ടുനിന്നിട്ടില്ല. ജീവിതത്തിൽ നടത്തപ്പെടുന്ന ഒരു കാര്യങ്ങളും ആഡംബരമാകരുത് എന്ന് ഗുരുവിന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആഡംബരത്തെ ഗുരു ഒരു താക്കീത് പോലെ ഗുരു പറഞ്ഞിട്ടുള്ളതാണ് പണം ആവശ്യത്തിന് ഉപയോഗിക്കണം എന്ന്, മിതവ്യയം ശീലിക്കണമെന്ന്. അത് നമ്മളെപ്പോഴും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൈസ എടുത്ത് ചിലവാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് ഇങ്ങനെ ഓർമ്മ വരും, ഗുരുവിൻ്റെ വാക്യം വരും, മിതവ്യയം അല്ലേ. ഒരു കല്യാണം നടത്തുമ്പോൾ, ഒരുപാട് ആർഭാടങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് ഒരു കുട്ടിക്ക് 1 പവൻ പോലും മേടിക്കാതിരിക്കാണ്ടാവുമ്പോൾ നമ്മുടെ കണ്ണ് അങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിൽ, അവരെയാണ് ഒന്ന് സഹായിക്കാൻ തോന്നുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഗുരുവിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആഡംബരം ഒഴിവാക്കുമ്പോൾ വേറൊരു വ്യക്തിക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ അതല്ലേ ശ്രേഷ്ഠം. അതാണ് ഗുരു പറയുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കണം, പക്ഷേ അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കരുത്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ ആദി മധ്യ അന്തം വരെയുള്ള കാര്യങ്ങൾ ഗുരു എത്ര നിഷ്കർഷയോടെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ സസൂക്ഷ്മം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ യൂണിയൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ ശ്രീനാരായണ ധർമ്മം എന്ന പുസ്തകം തന്നെ ഓരോ മുക്കും മൂലയും പരിശോധിച്ചാൽ തന്നെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അവഗാഹം എന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് കിട്ടുന്ന ദിശാബോധം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്ര കണ്ട് ദിശാബോധം ഈ ഒറ്റ പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ അറിവുണ്ടാകുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല, അറിവാണ് ശക്തി എന്നാണ് പറയുക. നോളജ് ഈസ് പവർ എന്നാണ് പറയുക. അറിവൊരു ശക്തിയാണ്. നമ്മുടെ ഉള്ളിൽ അറിവുണ്ട് എങ്കിൽ വേറൊരാൾക്ക് നമ്മളെ പേടിപ്പിക്കാൻ പറ്റില്ല, നമ്മളെ ഒരാളെ ഭയപ്പെടുത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇന്ന ദോഷം വരും കേട്ടോ എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, അത് ഞാൻ ഗുരുവായിട്ട് പറഞ്ഞോളാം എന്ന് പറയും. ആർക്കാ അങ്ങനെ പറയാൻ പറ്റുക? അറിവുള്ളവർക്കോ പറയാൻ പറ്റുള്ളൂ. അറിവൊരു ശക്തിയാണ്. അറിവാണ് നമുക്ക് ആത്മവിശ്വാസം തരുന്നത്, അറിവാണ് നമുക്ക് ആത്മബലം തരുന്നത്, മുന്നോട്ട് ധീരമായി സഞ്ചരിക്കുന്നതിനുള്ള ഒരു കരുതൽ തരുന്നത് അറിവാണ്. ആ അറിവിലേക്കാണ് ഗുരു നമ്മളെ ഇങ്ങനെ ക്ഷണിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഗുരുദേവ കൃതികളും ശ്രീനാരായണ ധർമ്മവും ഒക്കെ എഴുതി വച്ചിട്ടുള്ളത്. അത് വീണ്ടും വീണ്ടും വായിക്കുന്നതിനും വീണ്ടും വീണ്ടും കേൾക്കുന്നതിനും വീണ്ടും വീണ്ടും ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനുമാകട്ടെ ഈ ഗുരുജ്ഞാന സരണി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നാളെയും ഒരു ദിവസം കൂടിയുണ്ട്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രഭാഷണമായിരിക്കും നിങ്ങൾക്ക് നാളെയും കിട്ടുക. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ഗുരുവിനെ കൂടുതൽ അടുത്തറിയുവാനുള്ള ഒരു ഘട്ടം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കൊണ്ട് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഇനിയും സംഭവിക്കട്ടെ. നിങ്ങളെപ്പോഴും, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പറഞ്ഞു, ഇവിടെ അടുത്ത വർഷം ഇത് നടക്കണം, ഗുരുജ്ഞാന സരണി നടക്കണം. അപ്പം നമ്മൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നല്ല നല്ല ആചാര്യന്മാർ വന്ന് പറയട്ടെ, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം, നല്ല നല്ല കാര്യങ്ങൾ, അറിവ് ഇങ്ങനെ ആർജിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എന്ന് കുറേയൊക്കെ കേട്ടതല്ലേ, കുറേയൊക്കെ പഠിച്ചതല്ലേ, ഇനിയിപ്പോൾ എന്ത് കേൾക്കാൻ, ഇനി എന്ത് പഠിക്കാൻ, ഇനി എന്ത് മനസ്സിലാക്കാൻ. ഈ ചോദ്യം തന്നെ തെറ്റാണ്. ഞങ്ങൾക്ക് ഈ വേദാന്തം പഠിപ്പിക്കുമ്പോൾ, ഈ MA കുട്ടികൾക്കൊക്കെ വേദാന്തം പഠിപ്പിക്കുമ്പോൾ വലിയ വലിയ ടെക്സ്റ്റുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ വലിയ വാഗ്വാദങ്ങളാണ് ആദ്യം തന്നെ നടക്കുക. അപ്പോൾ അവിടെ ഈ സംശയം ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയണേന്ന് ചോദിക്കുന്നുണ്ട്. ഈ അറിയിച്ച കാര്യത്തെ തന്നെ പിന്നെയും പിന്നെയും അറിയിക്കുന്നത് വ്യർത്ഥമല്ലേ? ഒരു പക്ഷം ചോദിക്കുകയാണ്, ജ്ഞാതജ്ഞാപകത്വം വ്യർത്ഥമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആചാര്യൻ പറയുന്നുണ്ട്, പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തത്വം ഉറയ്ക്കാനാണ്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. ഞാൻ ഇതൊരു വട്ടം കേട്ടതാണല്ലോ, എനിക്കറിയാലോ സാമാന്യധർമ്മം, എനിക്കറിയാലോ പഞ്ചശുദ്ധി, നിങ്ങൾക്കറിയാമെന്ന്, നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. പക്ഷെ നമ്മൾ എന്തിനാ പിന്നെയും പറയുന്നത്? ഈ തത്വം ഉറയ്ക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിഷ്ഠയാവണം. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉറയ്ക്കാൻ പറ്റാത്ത, ഗുരു പറഞ്ഞ പോലെ ശിവലിംഗദാസൻ ശിവലിംഗം പോലെയാണ്, ഒരിടത്ത് ഇരുന്നാൽ ഉറച്ചാൽ പിന്നെ ഇളകുകയില്ല എന്ന് പറഞ്ഞ പോലെ ആകണം തത്വം നമ്മളിങ്ങനെ ആയുഷ്കാലം കേട്ടുകൊണ്ടിരിക്കേണ്ടതാണ്. അത് ഇന്ന് കേട്ടല്ലോ, 2026 കേട്ടല്ലോ, ഇനി 2027 വേണ്ട എന്നല്ല, അത് ഉറയ്ക്കുവോളം നമ്മൾ എന്നാണോ അതായിത്തീരുന്നത് അതുവരെ ഈ തത്വശ്രവണം നടന്നുകൊണ്ടിരിക്കണം. അതാണ് വ്യക്തി ജീവിതത്തിൻ്റെ ഭാസുരമായ ഭാവിക്ക് ഉതകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ടേക്ക് ഇതിലേക്ക് ക്ഷണിച്ച, എന്ത് ഇവിടെ ചെയ്യുമ്പോഴും വിജീഷും മോഹനനും സുനിയൊക്കെ വന്ന് നമ്മളോട് ചോദിക്കട്ടോ, ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, എനിക്ക് വലിയ സന്തോഷമാണ്. വലിയ സന്തോഷമാണ് അങ്ങനെ ചോദിക്കുന്നത് കേൾക്കാൻ. നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്തുണ്ടെങ്കിലും വിളിക്കും, വിജീഷ് ഇപ്പോൾ എന്തുണ്ടെങ്കിലും വിളിക്കും. അപ്പോൾ ചോദിക്കും, ഇവിടെ ഇങ്ങനെ വേണ്ടേ, ഇങ്ങനെ നടത്തണം, ഇവിടെ എല്ലാവർക്കും ഇത് കേൾക്കണം, ഇതൊക്കെ അറിയണം എന്നൊക്കെ പറയുമ്പോൾ അതിന് സകലവിധമായൊരു പ്രോത്സാഹനം, ഇങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വലിയ ഒരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠമായ പരമപവിത്രമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളതിൽ പങ്കാളികളാവുക, നിങ്ങളിത് ജീവിക്കുക, നിങ്ങളിത് പ്രചരിപ്പിക്കുക. എല്ലാവരെയും ഗുരു അനുഗ്രഹിക്കട്ടെ. ഈ ഗുരുജ്ഞാന സരണി നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും അനുസ്യൂതം തുടരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.